Praise the Lord. Praise the Lord. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. And greetings to you all in the name of Christ. പകലത്തെ ജോലി തിരക്കിനൊക്കെ ശേഷം ഇത്രയും പേർക്ക് കടന്നു വരാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. താങ്ക് യു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. And after working in the morning to come tonight, thank you for that tonight. റോമാലേഖനം 11-ാം അധ്യായം. Book of Romans, chapter 11. 33 മുതൽ 12-ാം അധ്യായം 2-ാം വാക്യം വരെയുള്ള വേദഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 11 വേഴ്സസ് 33 through chapter 12 verse 1 and 2. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആര്? അവന് മന്ത്രിയായിരുന്നവനാർ? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാര്? സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നുവല്ലോ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. Romans chapter 11 verses 33 to chapter 12 verse 2. Oh, the depth of the riches, both of the wisdom and knowledge of God. How unsearchable are his judgments and unfathomable his ways. For who has known the mind of the Lord, or became his counselor? Or who has first given to him, that it might be paid back to him again? For from him, and through him, and to him are all things. To him be the glory forever. Amen. Therefore, I urge you, brethren, by the mercies of God, to present your bodies a living and holy sacrifice, acceptable to God, which is your spiritual service of worship. Do not be conformed to this world, but be transformed by the renewing of your mind, so that you may prove what the will of God is, that which is good and acceptable and perfect. ഇന്നലെ വരാത്തവർക്കായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിലൂടെ ഒരു ക്വിക്ക് റിവ്യൂ ഒന്ന് ചെയ്യാം. നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് വരാനായിട്ട് ശ്രമിക്കണം. For the sake of you joining with me and those who weren't here yesterday, I'd like to review what we went over yesterday. ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇവിടെ നിന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ന്യായമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. പറയുന്ന വിഷയത്തിൽ എന്ന് മാത്രം പറഞ്ഞു പോകണം. അവിടെ അങ്ങോട്ട് പോകരുത്, അവിടെ തന്നെ ആയിരിക്കും. And for the things that I speak of tonight, if there's any questions that you have, I will surely be able to answer them only to the things that we have discussed tonight. 33 നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ ധനം എന്താണ്? In verse 33, we spoke about the riches of God. What is the riches? ദൈവത്തിൻ്റെ ധനം എന്നതിനകത്ത് ഇന്നലെ വന്നവർക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ എന്തായിരുന്നു? That those who came yesterday, if you could analyze what was the riches of God. ദൈവത്തിൻ്റെ റിച്ചസ് ഓഫ് മേഴ്സി, റിച്ചസ് ഓഫ് ഗ്രേസ്, തൻ്റെ മഹിമാധനം, അൺഫാത്തമബിൾ റിച്ചസ്, ഇതെല്ലാം സാൽവേഷനിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത് എന്നതിനെ ഏർലി ചർച്ച് ഒരു പാട്ടായിട്ട് പാടുന്ന ഒരു സ്റ്റാൻസയുടെ ആരംഭമാണ് ദൈവത്തിൻ്റെ ധനം. That the beginning of verse 33 is a stanza to the song which tells the details of the riches of God's mercy and his grace and his unfathomable ways, that they would sing, oh, the depths of the riches of God. രണ്ടാമത്തെ പദം ജ്ഞാനം, അറിവ്. And the second words we see are judgment, or his wisdom and knowledge of God. Knowledge എന്ന് പറഞ്ഞാൽ a fact. Knowledge is the fact. That we know that knowledge is the fact. Wisdom എന്ന് പറഞ്ഞാൽ the application of the fact. എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്? And wisdom is the application of the fact. നമ്മൾ ചിലരെ പറ്റി പറയത്തില്ലേ, നല്ല അറിവുണ്ട് പക്ഷെ വിസ്ഡം ഇല്ല എന്ന് പറയത്തില്ലേ? That we speak about certain people that they have good knowledge but they don't have wisdom. എന്നാൽ കർത്താവിന്റെ കാര്യത്തിൽ അങ്ങനല്ല. But in God's things it is not like that. Wisdom and knowledge. Wisdom and knowledge. എന്നിവയുടെ ആഴമേ എന്ന് പറഞ്ഞാൽ അത് ഡിഗ് ചെയ്യാൻ പറ്റില്ല, അത്ര ഡീപ്പ് ഡെപ്ത് എന്നാണ് അതിന്റെ അർത്ഥം. That when it says, oh, the depths, it means that you cannot dig and reach the bottom of it. It is a deep thing, the depths. Incomprehensible. It is incomprehensible. അത്
എത്ര ചിന്തിച്ചാലും മനസ്സിലാകുകയില്ല. that no matter how much you think about it, you cannot understand. എന്നിട്ട് അതിൻ്റെ രണ്ടാം ഭാഗം അവൻ്റെ ന്യായവിധികൾ. ന്യായവിധി എന്ന് പറഞ്ഞാൽ അവൻ്റെ വെർഡിക്റ്റ്, അവൻ്റെ ഡിസിഷൻസ് ആൻഡ് ഹിസ് സെൻറ്റൻസസ് എത്ര അപ്രമേയം, അൺഫാത്തമബിൾ എന്നാണ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നത്. The Apostle Paul, when he talks about the judgment or his verdict or his sentences, he says how unsearchable, how unfathomable those things are. അവൻ്റെ തീരുമാനങ്ങൾ എത്ര അപ്രമേയമാണ് എന്ന് എഴുതി വെച്ചിരിക്കുക. That his decisions, how undescribable are they, unfathomable. അവൻ്റെ വഴികൾ എത്ര അഗോചരം. വഴി എന്ന് പറഞ്ഞാൽ തൻ്റെ തീരുമാനങ്ങൾ, തൻ്റെ വെർഡിക്റ്റ്, തൻ്റെ സെൻറ്റൻസുകൾ, തൻ്റെ ഡിസിഷൻസ് നടക്കുന്ന, അപ്ലൈ ചെയ്യുന്ന ആ കാര്യത്തെ പറയാനായിട്ടാണ് അവൻ്റെ വഴികൾ എത്ര അഗോചരമാകുന്നു. Speaking to the ways his decision or verdict is played out, he says that how unfathomable are his ways. 34-35 മൂന്ന് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നോ വൺ, നോ വൺ, നോ വൺ. And in verses 34 through 35, we see 3 rhetorical questions, and the answer to each of them is no one, no one. കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആരുമില്ല. That who is it that knew the mind of God? Nobody. കർത്താവ് ദൈവത്തിന് മന്ത്രിയായിരുന്നവൻ ആരുമില്ല. Or who became his counselor? Nobody. അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുന്നവൻ ആരുമില്ല. Or who was first given to him that he may be paid back? Nobody. ഇത്രയും അങ്ങോട്ട് പറഞ്ഞിട്ട് വേറൊന്നും ആ ഭക്തന് പറയാനായിട്ടില്ല. After saying all this, the man of God has nothing else to say. ഇവിടെയാണ് താൻ ആദ്യത്തെ ഭാഗം കൺക്ലൂഡ് ചെയ്യുകയാണ്. And he is concluding his first section here. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു, അവനെന്നേക്കും മഹത്വം. ആമേൻ. For from him and through him and to him are all things. To him be the glory forever. Amen. ഇതിനെ 36 വാക്യം നമ്മൾ ഇന്നലെ തുടങ്ങിയായിരുന്നു. That we started at verse 36. പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ ഇത് തിരുവെഴുത്ത് മനസ്സിലാകണമെങ്കിൽ ഹോളി സ്പിരിറ്റിന്റെ സഹായം ഉണ്ടായാലേ പറ്റുള്ളൂ. That to understand the Holy Scriptures, we need the help of the Holy Spirit. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കർത്താവേ, എൻ്റെ ഹൃദയദൃഷ്ടി, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഈസ് ഓൾറെഡി ഓപ്പൺ. പക്ഷേ ആ ഹൃദയത്തിൻ്റെ കണ്ണ് അല്പം കൂടെ ഒന്ന് വിശാലമായിട്ടൊന്ന് തുറക്കാൻ, എൻലൈറ്റണാകാൻ, എന്ന് പറഞ്ഞാൽ ആ ഡെപ്ത് എന്താണെന്നൊന്ന് നോക്കി മനസ്സിലാക്കാൻ ദൈവകൃപ എൻ്റെ മേൽ ചൊരിയണമേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും തൻ്റെ പ്രവൃത്തി നമ്മുടെ ഹൃദയങ്ങളിൽ ചെയ്യും. That if you pray in the heart of your hearts to God, open my eyes a little bit wider to see the depths of God, he will surely answer. ദൈവ സാന്നിധ്യം നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണല്ലേ, അനുഭവിക്കുന്നവരാണ്. We are people who experience the presence of God. എന്നാൽ ചിലപ്പോഴൊക്കെ ദൈവ സാന്നിധ്യം നമുക്ക് എക്സ്റ്റേണലി ഫീൽ ചെയ്യാത്ത നിരവധി കൂട്ടായ്മകൾ ഉണ്ടായിരിക്കും. And there may be some time we gather together, we don't physically feel the presence. പക്ഷേ ദൈവ സാന്നിധ്യം എന്നുള്ളത് മിയർ ഫീലിംഗ് അല്ല. നമ്മളോട് കർത്താവ് എന്നാ പറഞ്ഞേ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യം എന്നുള്ളത് ജസ്റ്റ് എക്സ്പീരിയൻസ് മാത്രമല്ല, അത് ഫീലിംഗിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ദാറ്റ് ഈസ് എ ഫാക്ട്. That when he says that I will be with you to the ends of the earth, it is not a feeling or an experience, but rather it is a fact that his presence is അത് with us. ദൈവത്തിന്റെ പ്രോമിസ് ആണ്. That is a promise of God. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അത് അകത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ ആം ഹോൾഡിംഗ് ഓൺ ദ പ്രോമിസ് ഓഫ് ഗോഡ്. That whether we feel it here or not, that is a promise of God I hold on to. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയാം, And to all the children of God, let me നമ്മുടെ say മേൽ ആ ദൈവിക പ്രോമിസ് ഉണ്ട്, അവന്റെ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ട്. that we have the promise of God that his presence will be with us. അതൊരു പക്ഷെ ഫീൽ ചെയ്യുന്നില്ലായിരിക്കാം, but he is here. That you may not feel that today, but he is here. നോക്കൂ, ആ ബോധ്യം തിരുവെഴുത്തിലേക്ക് ആഴത്തിലിറങ്ങാൻ കർത്താവ് നമ്മളോട് കരുണ ചെയ്യട്ടെ. സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും അല്ലെങ്കിൽ അവങ്കലേക്കുമാകുന്നു. For from him and through him and to him are all things. നമ്മൾ ഇതിന് കൊടുത്ത പേര് ഗോഡ് സെന്റേർഡ് തിയോളജി. We said it like this, that this is God-centered theology. രണ്ടാം ഭാഗം, And the second phrase, അവന് എന്നേക്കും മഹത്വം. ആമേൻ. to him be the glory forever. Amen.
ഗോഡ് സെന്റേർഡ് ഡോക്സോളജി എന്നാണ് നമ്മൾ കൊടുത്തത്. And we call this God-centered doxology. ഡോക്സോളജി എന്ന വാക്ക് ഒരു പക്ഷേ പരിചയമില്ലെങ്കിൽ ഞാൻ അതിനെ ജസ്റ്റ് ഒരു വാക്കിൽ ഒന്ന് പറയാം. അത് എൻ്റെ രണ്ടാം ഭാഗത്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡോക്സ എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്ലോറി എന്നാണ്. ഗ്ലോറി. And the word doxology, the word doxa, means glory. ഡോക്സോളജി എന്ന വാക്കിൻ്റെ അർത്ഥം വേർഡ് ഓഫ് പ്രൈസ് എന്നാണ്. The word doxology means word of praise. അതായത് ദൈവത്തിന്റെ ആഴം ഒരുവൻ മനസ്സിലായി കഴിയുമ്പോൾ ആരും പറയണ്ട പ്രൈസ് ദി ലോർഡ് പറയാൻ. That when we understand the depth of God, no one needs to tell us to say praise the Lord. നമ്മുടെ രക്ഷയുടെ ഡെപ്ത് എന്താണെന്ന് പറഞ്ഞു വന്നിട്ട് അപ്പോസ്തലൻ താഴോട്ട്, കേബിൾ കാർ ഓർക്കുന്നല്ലോ, താഴോട്ട് ഇറങ്ങി എന്നിട്ട് പറയുകയാണ് അവൻ എന്നേക്കും മഹത്വം. ആമേൻ. That as we spoke yesterday, getting off of the cable car, looking down, he says, to him be the glory forever. Amen. നമുക്ക് 36 വാക്യത്തെ ദൈവകൃപയിൽ ആശ്രയിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I'm hoping that we would stand in the grace of God and explain this verse 36. മേ ബി 12 ഒന്നുകൂടെയും പറയാമെന്ന് വിചാരിക്കുന്നു. And to once again remind you of chapter 12 verse 1. ഈ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ 3 കാര്യത്തെ സ്പർശിക്കേണ്ടതായിട്ടുണ്ട്. That we need to understand 3 things to understand this verse. ഒന്ന്, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നു. ഒന്ന്, ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്. Now the first thing is in regards to creation, for from him, through him, and to him are all ഇന്നലെ things. രാത്രി നമ്മൾ ചിന്തിച്ചു സകലതും അവനിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. And we said yesterday that all things were created by him. സകലത്തെയും അവനാണ് കൺട്രോൾ ചെയ്യുന്നത്. And we said all things are created or controlled by him. സകലതും ഫൈനലി അവങ്കിലേക്കാകുന്നു. അതിന്റെ ഗ്രോണിങ്ങിലാണ് ഓൾ ക്രിയേഷൻ എന്നാണ് നമ്മൾ ഇന്നലെ രാത്രി And we ചിന്തിച്ചത്. finally said that all things are to him and the creation is groaning for him. അങ്ങനല്ലേ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്? Isn't that what Romans chapter 8 says? സർവ്വ സൃഷ്ടിയും ഒരുപോലെ ഞരങ്ങി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായിട്ട് കാത്തിരിക്കുന്നു. For the creation waits with eager longing for the revelation of the sons of God. They are groaning. They are groaning. Okay. Yeah, it's okay. അത് ഞങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്നില്ല. Praise the Lord. ശ്രദ്ധിച്ചോട്ടെ, ഈ ചില പദങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അകത്തെ മനുഷ്യൻ ഒരു സുഖമില്ല. That if certain things aren't said a certain manner, my inner man is restless. നമ്മുടെ അകത്തെ മനുഷ്യൻ ഗ്രോണിങ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സാധാരണ വാക്കാണോ? That to say that the inner man is groaning, is that an ordinary word? ഈ ലോകത്തിലെ സൃഷ്ടി മുഴുവൻ തന്റെ വരവിനായിട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ that is not a simple thing. That to say that all of creation is groaning for something is not a simple thing. ക്രിയേഷൻ അവനിൽ നിന്നാണ്, അവനാലാണ്, അവങ്കിലേക്കാണ്. The creation is from him, through him, and to him. രണ്ടാമത്തേത് ഹിസ്റ്ററി ആൻഡ് പ്രോവിഡൻസ്. The second thing is history and providence. എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് തമ്പുരാൻ പോയേക്കല്ല, എല്ലാ കാര്യവും തന്റെ പദ്ധതിയിൻ പ്രകാരം മാത്രമാണ് അവിടുന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നത്. Meaning God has not simply created and left it, but according to his ways, things are being executed. എന്ന് പറഞ്ഞാൽ നാസയുടെ റിപ്പോർട്ട് കണ്ടല്ല കർത്താവ് കാര്യം മനസ്സിലാക്കുന്നത്. Meaning God is not understanding things because of NASA's report. നമ്മുടെ ചില പ്രാർത്ഥനകളൊക്കെ കേട്ടാൽ ഇടയ്ക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കർത്താവിന് ഇതൊന്നും അറിയാൻ മേലായിരിക്കും എന്ന രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. That I often wonder, listening to our prayers, like maybe God doesn't know anything when we hear. നമ്മുടെ കാര്യം നമ്മളെക്കാൾ നല്ലപോലെ കർത്താവിന് അറിയാമെന്നാണ് തിരുവെഴുത്ത് That പറയുന്നത്. the scripture says that God knows better than we know. പിന്നെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? So if that's the case, then the question is, why do we pray? നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനൊരു ന്യൂ പീസ് ഓഫ് ഇൻഫർമേഷൻ കൈമാറുകയല്ല. When we pray, we're not giving God a new piece of information. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാമോ? Do you know why we pray? When we pray, we are declaring our allegiance and dependence on God. That when we pray, we're declaring our allegiance and dependence on God. കർത്താവേ, അങ്ങ് അറിയുന്നല്ലോ എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എൻ്റെ ജീവിത സാഹചര്യത്തിൽ എൻ്റെ ആശ്രയവും എൻ്റെ ബന്ധവും എൻ്റെ നാഥനോടാണെന്നുള്ളത് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് while we are praying. That when we pray, we are declaring our allegiance and dependence on this God. അല്ലാതെ നമ്മളൊരു ന്യൂ പീസ് ഓഫ് ഇൻഫർമേഷൻ കൈമാറല്ല. That we're not giving him a new piece of information. അവിടുത്തേക്ക് എല്ലാം അറിയാം. You know all things. ഞാൻ എൻ്റെ വേദനകൾ അവനോട് പറയുമ്പോൾ ഞാൻ ഉറക്കെ പറയുകയാണ്, എൻ്റെ അലീജിയൻസും എൻ്റെ ഡിപ്പെൻഡൻസും എൻ്റെ ട്രസ്റ്റും എല്ലാം അവനിലാണ് എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് പ്രയർ. That when we pray, we're declaring our allegiance, independence, and trust on God. നോക്കൂ, അങ്ങനെങ്കിൽ എന്താണ് ഹിസ്റ്ററി എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. And then let us look at what this history. I'll quickly explain it.
ഒരു 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 മാർവലസ് വേഴ്സ് ഉണ്ട്. എഫീഷ്യൻസ് 1:11. Ephesians chapter 1 verse 11 is a marvelous verse. അത് വിവരിക്കാൻ ആരെ കൊണ്ട് സാധ്യമല്ലാത്തൊരു വാക്യമാണ്. That it is a verse no one is able to properly explain. അതിന്റെ 11ാമത്തെ വാക്യം ഒന്ന് നോക്കി, എത്ര മനോഹരമാണ്. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടതും. വാവ്. Also we have obtained an inheritance, having been predestined according to his purpose, who works all things after the counsel of his will. നിങ്ങൾ ആ പദങ്ങളെല്ലാം നോക്കിയേ. Look at all the phrases that are said there. He predestined his purpose, his counsel and his will. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, That to say it simply, തൻ്റെ സകല പദ്ധതികളും that all of his ways, എല്ലാ പ്രോജക്റ്റുകളും every project ആ ട്രയൂൺ ഗോഡിന്റെ ആലോചന പോലെയാണ് ചെയ്യുന്നത് എന്നർത്ഥം. are being played out according to the will of the sovereign God, triune God. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. Look at that verse. തൻ്റെ ഹിതത്തിന്റെ ആലോചന പോലെ, According to his purpose, തൻ്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത്. having been predestined according to his purpose, who works all things after the counsel of his will. അങ്ങനെങ്കിൽ ഹിസ്റ്ററി ആൻഡ് പ്രോവിഡൻസിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? Then if that's the case, who is it that controls history and providence? സകലതും All things അവനാലും. according to his purpose. അല്ലാതെ കർത്താവിന് പ്ലാൻ ബി പ്ലാൻ സി എന്നൊരു പ്രോഗ്രാം ഇല്ല. പ്ലാൻ എ, അത്രേ ഉള്ളൂ. Now God doesn't have this plan B or plan C, it is simply plan A. നമ്മൾ ഓർക്കുന്ന കർത്താവിന്റെ ചില പ്ലാനൊക്കെ പാളി പോകുന്നുണ്ട്. പിന്നെ കർത്താവ് സെക്കൻഡ് പ്ലാൻ എന്ത് ചെയ്യുന്ന? നോ. That we sometimes think maybe the first plan didn't work out, the second plan. No. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ. That according to his purpose. ആണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയും നമ്മുടെ ദൈനംദിന ജീവിതവും നമ്മുടെ എല്ലാ കാര്യങ്ങളും തൻ്റെ കൗൺസിലിലെ വില്ലു പോലെ മാത്രമാണ് തമ്പുരാൻ നടത്തുന്നത്. And if that's the case, then our salvation or our day-to-day life is according to the counsel of his will. അതിന്റെ അർത്ഥം എറ്റേണിറ്റി പാസ്റ്റിൽ ഹി പ്ലാൻഡ് എവരിതിങ്. Meaning in eternity past, he has planned everything. ഈ ടൈമിൽ ഹി ഈസ് എക്സിക്യൂട്ടിംഗ് And in എവരിതിങ്. this time, he is executing those things. ഭാവിയിലേക്ക് ഹി ഈസ് കോളിംഗ് എവരിതിങ്. And in the future, he is calling all things. മനസ്സിലാവുന്ന കാര്യങ്ങൾ Do we understand? അവിടുന്നാണ് And തീരുമാനിക്കുന്നത്. from there, he makes decisions. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വളരെ സ്ട്രോങ് ആയിട്ട്, ഞാൻ ആ ഭാഗം വളരെ പെട്ടെന്ന് പറഞ്ഞു വിടാം. 1-2 വാക്യം നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് എങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കുന്നത്, തീരുമാനിക്കുന്നത് എന്ന് എഴുതി വെച്ചേക്കുന്ന വളരെ മനോഹരമായ 2 വാക്യമുണ്ട്. ഐശയ്യ ചാപ്റ്റർ 14 വേഴ്സ് 27. എങ്ങനെയാന്ന് നോക്കിയേ. യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. Isaiah chapter 14, verse 27. ഒന്ന് വായിക്കാമോ ഇംഗ്ലീഷിൽ? 14. For the Lord of hosts has planned, who can frustrate it? And as for his stretched out hand, who can turn it back? ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചേ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആര്? വാട്ട് ഈസ് ദ ആൻസർ? നോ വൺ. അതാ ആൻസർ. ഈ റെറ്റോറിക്കൽ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്, നോ വൺ. Now for the rhetorical question, the answer is no one. അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ That's the ചോദ്യം, first question. The second question, അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാര്? നോ വൺ. as for stretched out hand, who can turn it back? No one. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ സകല കാര്യവും അവിടുത്തെ തീരുമാനത്തിലാണ് നടക്കുന്നത്. Now, beloved, if that's the case, then all things are according to സകല his. കാര്യവും എക്സിക്യൂട്ട് ചെയ്യുന്നത് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെയാണ്. That all things are being executed according to his will. ഒരു ലോകത്തിൽ ഒരു കാര്യവും അല്ലാതെ നടക്കുന്നില്ല എന്നാണ് തിരുവെഴുത്ത് The പറയുന്നത്. word of God is saying that the things that happen is not outside of his will. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. One more verse and I'll explain. യെശയ്യാവ് 46-ലേക്ക് വന്നേ. 46. Isaiah, turn with me to the book of chapter 46. അതിന്റെ 8 മുതൽ 10 വരെ വായിക്കണം. From verse 8 to verse 10. അത് എല്ലാം വായിക്കാൻ സമയമില്ല. We don't have time to read it all. എല്ലാവരും നോക്കി. യെശയ്യാവ് 46 8 മുതൽ 10 വരെയുള്ള വാക്യം. Isaiah chapter 46 verses 8 to 10. ഇത് വാസ്തവത്തിൽ സൈറസിനോടുള്ള ദൈവത്തിന്റെ ആ ഇടപെടലിന്റെ Now ഭാഗമാണ്. this is the dealing that God has with King Cyrus. ഒന്ന് നോക്കി.
Look at this verse. സൈറസിനെ വിളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. Now we know God calling King Cyrus, എൻ്റെ അഭിഷക്തനായ കോരശ്. that he calls him my anointed. ഇനി എന്നെ നോക്കൂ. Now look at me. ഈ കോരശ് എന്നാ പാസ്റ്റർ അല്ലായിരുന്നു. That was he a pastor? നമ്മൾ അവരെയല്ലേ അഭിഷക്തൻ എന്നൊക്കെ വിളിക്കുന്നത്. That we call them mighty people. അദ്ദേഹം ജൂ അല്ല. He was not a Jew. പ്രോസലൈറ്റ് ജൂ അല്ല. He was not a Proselyte means one who is following the Jews' religion from Gentile side. He's not a proselyte Jew. സെമിനാരി ആയിരുന്നു ഞാൻ പഠിപ്പിക്കായിരുന്നു. പ്രോസലൈറ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ടല്ലാതെ ആർക്കും യഹൂദനാകാൻ പറ്റത്തില്ല. That meaning without being birthed, they cannot be a Jew. പക്ഷെ ഒരുത്തന് യാഹ്വയെ സേവിക്കണം, യഹോവയെ സേവിക്കണം. But if they want to worship Yahweh or Jehovah, അവൻ ചില ആ ജൂസ് റിലീജിയന്റെ കുറച്ച് കാര്യങ്ങൾ ഒബേ ചെയ്യണം. that they have to follow certain rules of the Jews. അങ്ങനെ അവൻ യഹോവയെ സേവിക്കാം. And then only can he serve Yahweh. അങ്ങനെയുള്ള ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് പ്രോസലൈറ്റ് ജ്യൂസ്. And that's what we would call proselyte Jews. നമ്മൾ കൊർന്നല്യോസിനെ പറ്റി വായിക്കുന്നില്ലേ? That we study about Cornelius. അദ്ദേഹം ജാതിയനായിരുന്നു. That he was a Gentile. He was a pagan. That he was a pagan. People of other faith. That he was a people of other faith. ആ വ്യക്തി യഹോവയെ And he സേവിക്കുന്നവനായിരുന്നു. was now worshiping ആ Yahweh. വ്യക്തിയെ പറയുന്ന പേരാണ് പ്രോസലൈറ്റ് ജൂ. And that person we call a proselyte Jew. വാസ്തവത്തിൽ ഈ സൈറസ് ജൂ അല്ല. That this Cyrus, he's not a Jew. പ്രോസലൈറ്റ് ജൂ അല്ല. He was not a proselyte He Jew. is not following Jewish religion. He's not following the Jewish പക്ഷേ religion. അദ്ദേഹത്തെ ദൈവം വിളിക്കുകയാണ് എൻ്റെ അഭിഷക്തനായ. But he calls him my anointed here. What is the meaning of that? സങ്കീർത്തനം 119 ഒരു വാക്യമുണ്ട്. Psalm 119 വാക്യം ഇതാണ്: സകല സൃഷ്ടികളും എൻ്റെ ദാസന്മാരല്ലോ. That in Psalm 119 says that all of creation are they not my servants? അതിന്റെ അർത്ഥം കോരശു ആരാ? എൻ്റെ ദാസന. He is also the servant of God. ദൈവം തന്റെ പദ്ധതിക്കായിട്ട് ജൂ അല്ലാത്ത, പ്രോസ്ലൈറ്റ് ജൂ അല്ലാത്ത ഒരുവനെ വിളിക്കുകയാണ്. Meaning God is calling one who is not a Jew or a proselyte Jew there. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയമായിട്ട് ചെന്നാൽ എങ്ങനെ ഇരിക്കും? Meaning in regards to our topic, കോരശും തന്റെ ദാസനാണ്. that he is also a servant of God. നമ്മൾ ജോന, ബുക്ക് ഓഫ് ജോനയിലേക്ക് ഒന്ന് നോക്കിയേ. If you turn to the book of Jonah, നമുക്കറിയാവുന്ന ഒരു സ്റ്റോറി അല്ലേ അത്? it's a story that we all know. മത്സ്യത്തോടും കാറ്റിനോടും പുഴുവിനോടും മരത്തോടും എല്ലാം ദൈവം കൽപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്നാ? Everything and everyone is the servants of the Lord. That everything we see in the story of Jonah, the worm, the fish, and the waves, they're all controlled by God. They are all servants of God. History and providence is controlled by God. History and providence is controlled by ഇനി God. ഐശയ്യ 46:10 നോക്കിയാൽ ഞാൻ ആ കോണ്ടെക്സ്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. Now Isaiah chapter 46 verse 10. ഇങ്ങനെ വായിക്കുന്ന: ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കും. എൻ്റെ ആലോചന നിവർത്തിയാകും, എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. Declaring the end from the beginning and from ancient times things which have not been done, saying my purpose will be established and I will accomplish all my good pleasure. വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായോ? You know the meaning of that verse? സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നു എന്ന് പറഞ്ഞാൽ all things are from him and through him and to him. ആരംഭത്തിൽ അവസാനവും. That declaring the end from the beginning. പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും. And from the ancient times things which have not been done. കോരശിനോട് ആ കോണ്ടസ്റ്റിൽ ഇത് പറയുമ്പോൾ അതിനൊരു വൈഡർ കോണ്ടസ്റ്റ് ആ വാക്യങ്ങൾക്കകത്തുണ്ട്. There's a wider context found in the verse. അവിടെ ഈ വാസ്തവത്തിൽ ഈ ട്രൂ പ്രോഫറ്റായ ഐസയ അന്നത്തെ ജെന്റൈൽ പ്രോഫറ്റ്സിനെ വെല്ലുവിളിച്ചിട്ട് പറയുകയാണ്: ദിസ് ഈസ് ദ യൂണിക്നെസ് ഓഫ് യാഹ്വേ. That Isaiah the true prophet is looking at these other prophets saying this is the uniqueness of Yahweh. നിങ്ങളുടെ ദേവന്മാർക്ക് ഇങ്ങനെ പറ്റുമോ? That can your gods possibly do this? നിങ്ങളുടെ ദേവീ ദേവന്മാർക്ക് ഇന്നലകളിൽ നടന്ന കാര്യത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? Could your gods predict what's happening in the future yesterday? നാളുകളിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ
predict ചെയ്യാൻ Can പറ്റുമോ? they predict what's going to happen in the future? ഇവിടെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ യൂണിക്ക്നെസ്. ഞങ്ങളുടെ ദൈവം ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും പ്രസ്താവിക്കും. അവന്റെ ആലോചന നിവർത്തിക്കും. തടുക്കുന്നവൻ തടുത്തോ എന്നാണ് പ്രവാചകന്റെ വെല്ലുവിളി. That he is calling aloud that this is the uniqueness of our faith. Praise the Lord. ഇതൊക്കെ മനസ്സിലാക്കിയ അപ്പോസ്തലൻ പറഞ്ഞത് സകലതും. That Apostle Paul understands all this and says, for from him and through him and to him are all things. ഇതൊക്കെ കേൾക്കുമ്പോൾ കർത്താവിന് ഒരു പ്രൈസിലോട് പറയണ്ടേ? That when we hear these, shouldn't we give the Lord a praise? ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നില്ല, ലോട്ടറി അടിക്കുന്ന കാര്യം ഞാൻ പറയല. That I said yesterday that I will not speak of winning a lottery. നിങ്ങൾക്ക് എന്നാ ഇതൊക്കെ അല്ലേ? ട്രാൻസ്ലേറ്റ് ചെയ്ത് പിള്ളേരെ വെറുതെ നശിപ്പിക്കണം നമുക്ക്. Are you following me? The second part. പ്രോവർബിനകത്ത് വായിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമുണ്ട്. There's a verse that we read in Proverbs we all know. ആ ഹിസ്റ്ററിയെ കൺട്രോൾ ചെയ്യുന്ന വാക്യമാണ്. It's a verse about controlling history. രാജാക്കന്മാരുടെ മനസ്സ് That the minds of the kings ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് എന്ന് പറഞ്ഞാൽ തനിക്കിഷ്ടമുള്ളിടത്തോട്ട് അതിന് എന്ത് ചെയ്യുക? meaning the ways he wants to lead them, he's doing what? ദൈവം അവരുടെ ഹാർട്ടിനെ ഹോൾഡ് ചെയ്യുന്നു. That he holds their hearts. അവരുടെ ചിന്തയെ കർത്താവ് നിയന്ത്രിക്കുന്നു. That he leads their thoughts. ചില സാഹചര്യങ്ങളിൽ അവർ വചനത്തിനെതിരാകുന്നത് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്താൻ അനുവദിക്കുന്നതാണ്. That God lets them work against for the glory of God. പക്ഷേ ജയമോ യഹോവയുടെ പക്കലിരിക്കുന്നു. But victory belongs to the Lord. ഞാൻ രണ്ടാം ഭാഗം അത്രയും പറഞ്ഞങ്ങ് നിർത്തുകയാണ്. ക്രിയേഷനിൽ മാത്രമല്ല, ഹിസ്റ്ററി ആൻഡ് പ്രോവിഡൻസ് ഇസ് കൺട്രോൾഡ് ബൈ ഗോഡ്. Not only creation but history and providence, it is all controlled by God. മെയിൻ പാർട്ടിലേക്ക് വരികയാണ്, തേർഡ് പാർട്ട്. That now we're coming to the main part, the third part. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാം. ഇത് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു വാക്യമാണ്. 48:11 നമ്മളിപ്പോൾ എടുത്ത വാക്യം തന്നെയാണ്. 48:11 അവിടെ ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. For my own sake. നിങ്ങൾ കണ്ട വാക്യം? In Isaiah 48:11 there's a word he repeats, for my own sake. ഒന്നുകൂടെ വായിക്കുന്ന for my own sake. For my own sake. എൻ്റെ നിമിത്തം. For my own sake. എൻ്റെ നിമിത്തം. For my own sake. തന്നെ ഞാനത് ചെയ്യുന്നു. I will act. എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കുകയില്ല. My glory I'll not give to another. അങ്ങനെങ്കിൽ തമ്പുരാൻ എല്ലാ കാര്യവും ഈ സൃഷ്ടിയിൽ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? For my own sake. Then do you know why he does all things in creation? For my own For sake. my own sake. For my own sake. ഇങ്ങനെ പറയാൻ ആരെ കൊണ്ടാ പറ്റുന്നേ? Who can say something like that? ജാതികളുടെ ദേവന്മാരെ ചലഞ്ച് ചെയ്തുകൊണ്ട് യെശയ്യാവ് പ്രവചിക്കുകയാണ്, ഞങ്ങളുടെ യാഹ്വേ, ഞങ്ങളുടെ യഹോവ ചെയ്യുന്നത് for my own sake, for my own sake. Challenging the pagans, he is saying that this Yahweh God, he only does for my own sake, for my own sake. Praise the Lord. Any denial of the doctrine of providence is the direct assault on the glory of God. നമ്മളത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ, That if we do not understand that, നമ്മൾ അവൻ്റെ മഹത്വത്തിന് എതിരാണ്, അതിനെ കവരാനായിട്ട് നോക്കിയാണ്. കർത്താവ് പറഞ്ഞത്, ഞാനത് ആർക്കും എന്ത് ചെയ്യില്ല. that God is saying we are standing against his sake and he will not give his glory to anyone else. ജോൺ 17 യേശു പറഞ്ഞു, ഞാൻ എൻ്റെ മഹത്വം ഇവർക്ക് നൽകുന്നു അല്ലേ? That in John 17 he says that I give my glory to them. That is talking about the character of God. That there he's talking about the character of God. ദൈവത്തിന്റെ കമ്മ്യൂണിക്കബിൾ ക്യാരക്ടറും ഉണ്ട്, ഇൻകമ്മ്യൂണിക്കബിൾ ക്യാരക്ടറും ഉണ്ട്. We see that God, he has both communicable characters and incommunicable characters. ഇൻകമ്മ്യൂണിക്കബിൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒമിനിഷ്യൻ്റ്, ഒമിനിപൊട്ടൻ്റ്, ഒമിനിപ്രസൻസ്, ഇമ്മ്യൂട്ടബിലിറ്റി, ദൈവത്തിൻ്റെ സർവജ്ഞാനം, സർവവ്യാപം, സർവവ്യാപി, സർവശക്തൻ, അതിനെ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. So the characters of God, like omniscience, omnipresence, those are incommunicable characters of God. ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. And then he has communicable characters of God. സ്നേഹം, ദയ, കരുണ, കൃപ, മനസ്സലിവ്, ഈ അർത്ഥത്തിൽ പറഞ്ഞേക്കുന്ന എൻ്റെ മഹത്വം ഞാൻ ഇവർക്ക് നൽകുന്നു. മീനിങ് മൈ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ടു ദം. That the communicable characters like love, joy, kindness, grace and mercy, those he said that I've given unto them. രണ്ട് നമ്മൾ വ്യത്യാസം പിടികിട്ടിയോ? That you understand the difference between both.
ടീച്ചർ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തല വെക്കണം. That my teacher once said, if you understand, nod your head like this. മനസ്സിലാകുന്നില്ലെങ്കിൽ And if you don't understand, ചിലർ ഇത് രണ്ടും കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. and I doubt if some people are doing both. Are you following me? Are you following me? എനിക്ക് ആകെ സങ്കടം. That I'm very sad. നമുക്ക് ഈ ലോകത്തിലെ സകല കാര്യത്തെപ്പറ്റി അത്യാവശ്യം ഞാനുണ്ടെന്ന് എൻ്റെ ഒരു ബോധ്യം. That I've understood that for the things of the world we have enough knowledge. നമുക്കൊരു തലവേദന വന്നാൽ ഏത് ഡോക്ടറെ ചൂസ് ചെയ്യണമെന്ന് നമ്മൾ എത്ര നേരം ഗൂഗിളിൽ തപ്പും. That if we have a headache, how long will we go to Google to find the right doctor? നമുക്കിപ്പം ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കണമെങ്കിൽ നമ്മുടെ അധ്വാനം എത്ര മാത്രം ഉണ്ടായിരിക്കും അല്ലേ? Or to study about the stock market, how much energy will we spend? അങ്ങനെ ലോകത്തിലെ ഏത് കാര്യത്തിനും നമ്മുടെ അധ്വാനം ഭയങ്കരമായിരിക്കും. And so for any of the things in the world, we'll spend as much we need to. എന്താ തിരുവെഴുത്തുമായിട്ടുള്ള ബന്ധത്തിനോ? But in regards to the things of God, ഹലോ, ഒരന്വേഷണം, ഒരു വായന, that are reading, എന്നിട്ട് പറയുന്നത് ഞങ്ങളങ്ങ് ഏറ്റവും അടുത്ത ആൾക്കാരാണെന്ന്. and then we say we are closest to Him. ബ്ലാസ്ഫെമി എന്ന വേദപുസ്തകം വിളിക്കുന്നത്. The Word of God calls that blasphemy. കേട്ടോവല്ലോ. Did you hear anything? ആ തലവേദനയ്ക്കൊരു ഡോക്ടറെ അന്വേഷിക്കുന്ന ഈഗർനെസ് തിരുവെഴുത്തുമായിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കർത്താവിനോട് എത്ര അടുക്കുമായിരുന്നു. That if we had an eagerness the way we look for a doctor for a headache, how towards the things of God, how much close would we have been with Him? ഒരുവന്റെ അകം കത്തേണ്ടത് ആ അപ്പോസ്തോലൻ ആ മൗണ്ടെയിൻ പീക്കിൽ ഇറങ്ങി താഴോട്ട് നോക്കിയിട്ട് ഫ്രം കണ്ടംനേഷൻ ടു ഗ്ലോറിഫിക്കേഷനിലേക്ക് ഒരു യാത്ര നടത്തിയിട്ട് പറയുകയാണ്, സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. Stepping off of the cable car, he looks down from creation to glorification and says, for from Him and through Him and to Him are all things. To Him be the glory forever. Amen. ക്രിയേഷൻ അങ്ങനാണ്, ഹിസ്റ്ററി ആൻഡ് പ്രോവിഡൻസ് അങ്ങനാണ്. And that is how creation is, that is how history and providence is. ഏറ്റവും പ്രധാനപ്പെട്ടത് And the most important thing, സാൽവേഷൻ. salvation. സാൽവേഷൻ ഈസ് ഫ്രം ഹിം, Salvation is from Him, ത്രൂ ഹിം, through Him, ഫൈനലി ടു ഹിം. and finally to Him. അതാണ് ഇതിന്റെ വൈഡർ കോണ്ടെക്സ്റ്റിന്റെ മെയിൻ അർത്ഥം. And that is the main meaning of the wider context. എന്നാൽ ഇതിനൊരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഉണ്ട്. And yet there's an immediate context here. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ്, അതിന്റെ ആഴമേ എന്ന് പറയാൻ ഈ 11-ാം അധ്യായത്തിന് ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് That ഉണ്ട്. to speak about the depth of the riches, both of the wisdom and knowledge of God, there's an immediate context there. നിങ്ങൾ അതിന്റെ 11 മുതൽ അല്ലെങ്കിൽ 11-ന്റെ 1 മുതൽ താഴോട്ട് വായിച്ചാൽ മതി. That if you read from chapter 11 verse 1 of Romans, you can see that. ഇസ്രായേല് സ്കാറ്റേർഡ് ആയി പോയ കാര്യമാണ്. That we see Israel being scattered. അതായത് ചാപ്റ്റർ 9 പറയുന്നത് ഇസ്രായേൽ ഇന്നലെ അവരുടെ പാസ്റ്റിൽ എങ്ങനായിരുന്നു എന്നാണ് ചാപ്റ്റർ 9 പറയുന്നത്. Chapter 9 speaks about the past of Israel, how they were. എന്നാൽ പ്രസന്റ് ഇസ്രായേലിനെ പറ്റി പറയുന്നതാണ് ചാപ്റ്റർ 10. But in regards to the present of Israel is chapter 10. നാളെ ഇസ്രായേലിന് എന്ത് സംഭവിക്കും എന്ന് പറയുന്നതാണ് ചാപ്റ്റർ 11. Chapter 11 speaks of what will happen to Israel tomorrow. ഒന്നുമില്ല, ഇന്നലെ ഇസ്രായേൽ ആരായിരുന്നു, Yesterday who Israel ഇന്ന് was, ഇസ്രായേൽ എന്താണ്, today what is നാളെ Israel, ഇസ്രായേൽ ആരാകും. and tomorrow who will Israel be? ഇതാണ് ചാപ്റ്റർ 9 and 10. This is what chapter 9 and 10 says. എന്നിട്ടാണ് ഇതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. And then this is immediate context is concluded here. 11-ാം അധ്യായം തീരുന്നത് എങ്ങനെയാണെന്നറിയാമോ? You know how chapter 11 ends? അങ്ങനെ ചെതറപ്പെട്ടുപോയ സ്കാറ്റേർഡായ എന്റെ ജാതിയെ ഞാൻ വീണ്ടും വിളിച്ചു വരുത്തും. That my people who were once scattered, I'll once again call them to me. ഇസ്രായേൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് കരയുന്ന ഒരു ഭക്തനെയാണ് 10-ാം അധ്യായത്തിൽ കാണുന്നത്. Then in chapter 10 we see someone who's burdened because Israel has been lost. 10:1 പോൾ കരയാണ്, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള എന്റെ യാചനയും. Paul is pleading to God for the salvation of Israel. Then in chapter 10 verse 1 it says his heart's desire and prayer to God is for their salvation. എന്നാൽ 11-ന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആ ജനത്തെ കർത്താവ് വിളിച്ച് ചേർക്കുകയാണ്. നിങ്ങൾ അതിന് 30, 31, 32 വായിക്കുമ്പോൾ പോളിന് ആത്മാവിനാൽ വെളിപ്പെട്ടു, ആ ജാതിയെ ഞാൻ വീണ്ടും കൂട്ടും. That in Romans 11 verses 30 onwards he receives the revelation that God will bring them back to him once again. ഇസ്രായേലിന്റെ സാൽവേഷൻ. And that is Israel's salvation. അതിട്ടാ പറയുന്നത് ദൈവത്തിന്റെ ധനം.
And after speaking about it, he says the riches of God. ലോകത്തിൽ ആർക്കും അങ്ങനെ ഒരു രാജ്യം രൂപപ്പെടുമെന്ന് ചിന്തിക്കാൻ പറ്റുകയില്ലായിരുന്നു. That no one could ever imagine that that would happen to the country. 2000 വർഷം മുമ്പ് അവർക്ക് ലാൻഡ് പോലും ഇല്ല. 2000 years ago, they didn't have a land to their name. 2000 വർഷമായിട്ട് മുഴുവൻ സ്കാറ്റർ ആയി. For 2000 years, they were scattered. ഇന്നും അവരെവിടാന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റില്ല. Today, it's not even clear where they are. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമില്ല, ഞാൻ പോയി വരുവോളം ഇസ്രായേൽ ഗ്രഹത്തെ നിങ്ങൾ സന്ദർശിച്ച് തീരുകയെന്ന്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇന്നും ഗോസ്പൽ എത്താത്ത എത്രയോ ട്രൈബ് ഈ രാജ്യത്തും ആ ഗണത്തിലുണ്ടെന്നറിയാമോ? Meaning that in this day, even in this country, how many tribes and people are there that have not received the gospel? ആ കോണ്ടെക്സ്റ്റിലാണ് ഇവിടുത്തെ പ്രധാന വാക്യം ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ. That in that immediate context, he speaks about the riches and the wisdom and the knowledge of അതിനെ God. ചേർത്തിട്ടാണ് 36 വാക്യത്തിനകത്ത് സാൽവേഷൻ ഓഫ് ഇസ്രായേൽ ആൻഡ് സാൽവേഷൻ ഓഫ് ദ ചർച്ച്. That in verse 36, we can speak of the salvation of Israel and salvation of the church. ഒന്നാം ഭാഗം സാൽവേഷനിലേക്ക് ഞാൻ നിങ്ങളെ പെട്ടെന്ന് കൊണ്ടുവരും. Then the first part of salvation, let me bring you there. ഞാൻ ഈ സാൽവേഷൻ എന്നും ബോൺ അഗെയിൻ എന്നും റിഡംഷൻ ഈ പദങ്ങൾ ആവർത്തിക്കാൻ കാര്യം എന്നാണെന്നറിയാം. നമ്മുടെ ഇടയിൽ ആ പദങ്ങളൊക്കെ മാർജിനലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. The words of salvation, redemption, born again, the reason I bring it is because those words have become marginalized. ഇതെന്റെ ഹൃദയത്തിന്റെ എൻ്റെ പെയിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. That I'm sharing the pain of my heart with you. ആത്മാർത്ഥത്തോടെ വെച്ച് നമ്മുടെ ഏത് മീറ്റിങ്ങുകൾക്കാണ് സാൽവേഷൻ എന്ന പദം കേൾക്കുന്നത്? That when you, to be honest, in which meeting do we ever hear about this? ബോൺ അഗെയിൻ എന്നോ റീജനറേഷൻ എന്നോ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് എന്നോ ദൈവത്തിന്റെ നീതി എൻ്റെ മേൽ കണക്കിട്ടെന്നോ ഇതൊക്കെ നമ്മൾ കേട്ട കാലം മറന്നില്ലേ? That the salvation or the righteousness being accounted to me. When was the last time? Isn't time gone since we've heard that? Back to Holy Scripture. That we need to come back to the Holy Spirit. That is reformation. That is the formation. നോക്കിയേ, രക്ഷ Look, salvation. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. 2-3 പദങ്ങൾ മാത്രം ഞാൻ പറയാം. That I cannot fully explain, but let me share a few things. സകലതും അവനിൽ നിന്നും, രക്ഷ അവനിൽ നിന്നും എന്ന് പറഞ്ഞാൽ ബിഫോർ ദ ടൈം ഹി പ്ലാൻഡ്. That if salvation is from him, then that means before time he planned it. അങ്ങനെയാണോ രക്ഷ? അതോ ഇപ്പം കർത്താവ് അങ്ങ് ചെയ്യുവാണോ? അല്ല. Isn't that what salvation is? Or is he doing that now? Ephesians 1 verse 3 and 4. Ephesians chapter 1 verse 3 and 4. ആ സാൽവേഷൻ എവിടെ നിന്നാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. That he has written where the salvation comes from. ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവർ റോമൻസ് ചാപ്റ്റർ 1 verse 1 ഒന്ന് നോക്കിയേ. റോമൻസ് 1:1. That if you look at Romans chapter 1 verse 1, ഒന്നിന്റെ ഒന്ന് Paul, a bond servant of Christ Jesus, called as an apostle, set apart for the gospel of God. ഗോസ്പൽ ഓഫ് ഗോഡ്. അല്ലാതെ മനുഷ്യൻ കണ്ടുപിടിച്ചൊരു സംവിധാനമല്ല. It's not something that man has found. ആ ഗോസ്പൽ ഓഫ് God. But it is the gospel of God. That is the theme of Romans. That is the theme of Romans. അതിനകത്ത് ഒരു സബ്ജക്റ്റ് മാത്രമാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്നുള്ളത്. And there is a subject of that. Justification by faith. ആരെങ്കിലും ചോദിച്ചാൽ റോമാലേഖനത്തിന്റെ സം ആൻഡ് സബ്സ്റ്റൻസ് ചോദിച്ചാൽ പറഞ്ഞേക്കണം ഗോസ്പൽ ഓഫ് ഗോഡ്. The sum and substance of Romans is the gospel of God. നോക്കൂ, അങ്ങനെങ്കിൽ അതിന്റെ ഒറിജിൻ തന്നെ ഫ്രം ഹിം. Meaning, if that's the case, then the origin of this is from him. ഗോസ്പൽ അവിടുത്തെ വാക്കുണ്ടോ? Gospel from God. That it says that the gospel from God. Gospel of God. The gospel of God. പോളിന്റെ മറ്റേ എപ്പിസോഡിൽ പറയുന്നത് gospel of Christ. That Paul in the other epistles says gospel of Christ. അതിനെ ഇന്റർണലൈസ് ചെയ്ത പോൾ പറയുകയാണ് my gospel. That internalizing that he says that it is my gospel. രക്ഷിക്കപ്പെട്ട ഒരുവൻ കർത്താവിനോട് ചേർന്ന് എന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നാ പറയണമെന്ന് അറിയാം? my gospel. The one who is saved and next to Christ, what does he say? പക്ഷേ അതിന്റെ ഒറിജിൻ എവിടെയാണെന്നറിയാമോ? The origin of gospel of God. It is the gospel of God. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് Ephesians 1 verse 3 and 4. And Ephesians chapter 1 verse 3 and 4 is the explanation of this. അങ്ങനെ വായിക്കുന്ന സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the God and Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly places in Christ. എന്താ അവിടെ പറയുന്ന? What does it say? അവിടെ പറയുന്ന heavenly blessings. What is this heavenly blessings? നിങ്ങൾ ആ ഭാഗം താഴോ. എൻ്റെ ഒരു ചിന്തയിൽ That in my thought, പോളിന്റെ എഴുത്തുകളിൽ അല്പം പ്രയാസത്തോടെ വായിച്ച് അത് ഗ്രഹിക്കാൻ പ്രയാസമുള്ള പാസേജ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് Ephesians chapter 1 verse 3 to 14 ആണെന്ന് പറയും.
that in the scriptures that Paul has written, if you ask me what is the hardest passage, Ephesians chapter 1, verse 13 to 14 is a very hard passage. Chapter 1 verse 3 to 14. Chapter 1, verse 3 to 14. നിങ്ങൾ ഇന്ന് രാത്രി പോയി ഇന്ന് ഈ ആഴ്ച ഒരു 10 പ്രാവശ്യം വായിക്കണം. ഞാൻ 10 പ്രാവശ്യം നിങ്ങളോട് വായിക്കണമെന്ന് പറയാൻ കാര്യം ഞാൻ 100 പ്രാവശ്യം വായിച്ചിട്ടുള്ളതുകൊണ്ടാണ്. That if I ask you to read it 10 times, because I have read it 100 times. അവിടെയാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ 14 വാക്യമാണ് ഫ്രം ഹിം സാൽവേഷൻ എന്നതിൻ്റെ അർത്ഥം. That in these verses we can understand that from him is the salvation. നിങ്ങൾ ആ എഫിഷ്യൻസിലേക്ക് നോക്കി ഞാൻ പെട്ടെന്ന് 1-2 കാര്യം മാത്രം പറഞ്ഞ് വേഗത്തിൽ മുന്നോട്ട് പോകാം. That turn with me in Ephesians, I'll remind a few things. ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മളെ തെരഞ്ഞെടുത്തു. വാക്യം കണ്ടോ അവിടെ? That notice the word he has chosen us before he established the foundation of the world. എന്നിട്ട് അവൻ നമ്മളെ അഡോപ്റ്റ് ചെയ്തു, ദത്തെടുത്തു. And then after that it says that he has adopted us. എന്നിട്ട് അവൻ എന്നെ പ്രീഡെസ്റ്റൈൻ ചെയ്തു, മുൻ നിർണയിച്ചു. And then after that it says that he has predestined us. അങ്ങനെങ്കിൽ ഇലക്ഷൻ, അഡോപ്ഷൻ, predestination and foreknowledge 4 കാര്യമാണ് പ്രധാനമായിട്ടും ആ വാക്യത്തിനകത്ത് And then if പറഞ്ഞിരിക്കുന്നത്. that's the case, then in these verses election, adoption, and foreknowledge and predestination. എന്നിട്ട് അതിന്റെ പർപ്പസ് എഴുതി വെച്ചേക്കുകയാണ്. Verses 6, 11 and 14 for the praise of his glory. And in verse 6 and 11 and 14 it says why? For the praise of his glory. അതിന്റെ അർത്ഥം ഇതെല്ലാം ദൈവം ചെയ്തത് തന്റെ മഹത്വത്തിനായിട്ടാണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. Meaning that God has done all this for his glory. Praise the Lord. Praise God. എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളെ കൊണ്ടൊരു പ്രൈസ് ലോർഡ് പറയിപ്പിക്കണമെന്ന് തോന്നി. That when I saw the way you were sitting, I felt like I had to make you say praise the Lord. Praise the Lord. Praise God. ഇന്നലത്തെ സെന്റൻസ് ഓർക്കുന്ന തിയോളജി ശരി അല്ലെങ്കിൽ ഡോക്സോളജി. ഈ തിരുവെഴുത്തില്ലാത്ത ചർച്ചിൽ എത്ര ഉറക്കം ഹല്ലേലൂയ പറഞ്ഞാലും അത് റൂഫിന്റെ മേളിലോട്ട് പോവുകയില്ല. That any church that doesn't have the word of God, no matter how much they praise, won't go above the roof. തിരുവെഴുത്തിനകത്തൂടെ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഡോക്സോളജിക്ക് എന്നാ കനമുണ്ടെന്നായി പറയുന്നു. ഒന്നുമില്ല. That if we have not known God through the word of God, then what is our worship? എന്നാ തിരുവെഴുത്തുമായിട്ട് ജീവിക്കുന്ന ഒരുവൻ പതിയെ സ്തോത്രം പറഞ്ഞാലും അത് ആകാശമേഘത്തെ താണ്ടി അങ്ങ് ചെല്ലും. And yet one who knows the scriptures, when he says quietly a praise, it goes to the heavens. ഓക്കെ, നമുക്ക് ആ ദൈവത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് മാത്രം മോസ്റ്റ് നെഗ്ലക്റ്റഡ് നോളജ് ഇൻ ക്രിസ്ത്യാനിറ്റി, ദ ഡിവൈൻ ഇലക്ഷൻ. That this divine election is the most forsaken doctrine in the Christianity. നമ്മൾ അതിനെയൊക്കെ നമ്മൾ മാർജിനലൈസ് ചെയ്ത് ഡെക്കേഡ്സ് ആയിട്ട് കഴിഞ്ഞ കാര്യമാണ്. That for decades we've marginalized this topic. നിങ്ങൾക്ക് എഫിഷ്യൻസിന്റെ കോണ്ടെക്സ്റ്റ് അറിയാമോ? പോള് പ്രിസണിൽ കിടക്കുകയാണ്. The context of Ephesians, Paul is sitting in prison. ആ പ്രിസണിലെ തന്റെ അനുഭവം എഫിഷ്യൻസ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 and 2 പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. That he is explaining the situation in Philippians chapter 1 and 2. പോൾ വേദനയോടെ പറയുന്നുണ്ട്, എനിക്കിനി നിങ്ങളെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. That with pain in his heart, he's saying, I don't know if I'll see you soon. എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. That to die is to gain. എനിക്ക് ജീവിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ശുശ്രൂഷ ചെയ്യാൻ ദൈവം അവസരം തരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തെ നല്ലതായിട്ട് കാണുന്നു. പക്ഷേ എൻ്റെ ജീവന്റെ കാര്യം ഇപ്പോൾ തമ്പുരാൻ സീസറെ ഏൽപ്പിച്ചേക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ വെർഡിക്റ്റ്. അതാണ് പോൾ പറയുന്നത്. And Paul is saying here that to live is for your behalf, and currently right now I am waiting for the verdict. അങ്ങനെയുള്ള ആ പ്രിസണിൽ ഇരുന്ന് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ദൈവത്തെ സ്തോത്രം പറയാൻ, ദൈവത്തെ സ്തുതിക്കാൻ എന്നാ റീസൺ കണ്ടെത്തും? And if that's the case, and we are sitting in prison, what reason is there to worship or to praise God? പ്രിസണിൽ കിടക്കുന്നവൻ എന്നെ ആലോചിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. What is it that he thinks of the things of God in prison and praises him? ഇവിടെയാണ് എഫിഷ്യൻസ് 1 പ്രത്യേകത. Here is the speciality of Ephesians chapter 1. തനിക്ക് നാളുകളെ നോക്കുമ്പോൾ ഫിലിപ്പിയരെ കാണാൻ പറ്റുമോന്നറിയില്ല, എഫസോസുകാരെ കാണാൻ പറ്റുമോന്നറിയില്ല, തിമോത്തിയോസിനെ ഓർഡൈൻ ചെയ്യാൻ പറ്റുമോന്നറിയത്തില്ല, മിലേത്തേസിലെ മൂപ്പന്മാരെ വീണ്ടും ചെന്ന് വചനം പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ എന്ന് പോളിനറിയില്ല. പക്ഷേ പോൾ അവിടെ കിടന്നുകൊണ്ട് ഒരു കാര്യം ചെയ്തു, തൻ്റെ എറ്റേണിറ്റി പാസ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു. That Paul doesn't know whether you'll see the Ephesus church or the Philippi church or to ordain Timothy, but one thing he does, he looks at eternity past. തനിക്ക് മനസ്സിലായി സാൽവേഷൻ ഈസ് ഫ്രം ഗോഡ്. That one thing I understood, salvation is from ആ God. പ്രസംഗിൽ കിടന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പോൾ കണ്ടെത്തിയ ഫസ്റ്റ് റീസൺ. And that is the first reason Paul worships God. Praises God. ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ എന്നെ
that before the foundation of the world, he chose me. ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ എന്നെ അഡോപ്റ്റ് ചെയ്തു. Before the foundation of the world, he adopted me. ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ എന്നെ മുൻനിയമിച്ചു. Before the foundation of the world, he has chosen me. അവിടെ കടന്നുകൊണ്ട് പറയുക, ആ ദൈവത്തിന് എന്നേക്കും മഹത്വം. And in that cell, he's saying to him, be glory forever. അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലാണെങ്കിലും രക്ഷിക്കപ്പെട്ട വിശുദ്ധിയിൽ ജീവിക്കുന്ന കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭക്തൻ ഇവിടെ ഇരുന്ന് കൊണ്ടും ചിന്തിക്കാം, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ തെരഞ്ഞെടുത്തു, എന്നെ ദത്തെടുത്തു, എന്നെ മുൻനിയമിച്ചു. സാൽവേഷൻ ഈസ് ഫ്രം ഗോഡ്, ഫ്രം ഇറ്റേണിറ്റി പാസ് ടു ബി ഹിം ദ ഗ്ലോറി ഫോർ എവർ ആൻഡ് എവർ. ആമേൻ. That if a believer can also decide that if that is the case, then if he has chosen us and he has done these things in eternity past, my salvation, then to him be glory forever. Amen. അങ്ങനെയെങ്കിൽ salvation is from him എന്ന് പറഞ്ഞാൽ ഒരു വാക്കുകൂടെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. And if we can say salvation is from him, we can say one more thing. നമ്മുടെ കർത്താവ് ഭൂമി വന്നപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു വാക്കുണ്ട്. And there's something Jesus, when he was on this earth, repeated some things. പിതാവ് എനിക്ക് തന്നത്. That this is what the Father has given me. വായിക്കുന്നില്ലേ അങ്ങനെ ആവർത്തിച്ച്? യേശു പ്രാർത്ഥിക്കുന്നൊരു വാചകമില്ല, ഞാൻ ലോകത്തിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്, That Jesus says, I'm not praying for the world, നീ എനിക്ക് തന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. but I pray for those you have given me. നീ എനിക്ക് തന്നതാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. That those you have given me have not been lost. അങ്ങനെങ്കിൽ സാൽവേഷന്റെ ഒറിജിൻ എവിടുന്നാ? If that's the case, then the origin of salvation, where is it from? ലോകസ്ഥാപനത്തിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന സകലരെയും പുത്രന് പിതാവ് കൊടുത്ത ഗിഫ്റ്റ്. That before the foundation of the world, it was a gift that God the Father has given his Son. അതായിരിക്കണം ഒരു ആത്മീയന്റെ അകത്തെ ഏറ്റവും വലിയ സന്തോഷം. And that must be the spiritual man's greatest joy within. ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ്, എൻ്റെ തീരുമാനങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പേ തൻ്റെ തീരുമാനത്തിൽ എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അതോർത്ത് പോൾ പറയുക, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. That Paul is remembering that before the foundation of the world, he was chosen, and to him, to that he is saying, to God be glory forever. നോട്ട് ചെയ്യേണ്ടവർ നോക്കിക്കോ. ജോൺ 6:37, 39, 10 verse 29, 17 verse 12, Deuteronomy 7:7. Deuteronomy 7:7 ഒക്കെ നമുക്ക് ന്യൂ ടെസ്റ്റമെന്റുമായിട്ട് ഏറ്റവും ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ Deuteronomy 7:7 ഒന്ന് വായിക്കാമോ? Deuteronomy 7:7. Deuteronomy 7:7. It's a verse that is very close to the New Testament. The Lord did not set his love on you, nor choose you because you were more in number than any of the peoples, for you are the fewest of all peoples. താങ്ക് യു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും. This is the election of Israel. That this is the election of Israel. ഇതുപോലെ തന്നെയാ എന്നോടും. That this is what he has shown us as well. എന്റെ വണ്ടർ എന്നാണെന്നറിയാമോ? That you know what the beauty of me is? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്, എനിക്കറിയില്ല എന്റെ നൈബറെ എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ല. That I often wonder, why did God പക്ഷെ not choose my എന്റെ neighbor? മിറക്കിൾ എന്നാണെന്നറിയാമോ? You know what my miracle അവിടുന്ന് is? എന്നെ ചൂസ് ചെയ്തു. That he has chosen me. തമ്പുരാന്റെ വഴികളിൽ ഒരിക്കലും അനീതിയില്ല, അവൻ തന്റെ സകല വഴികളിലും നീതിമാനാകുന്നു എന്നാണ് തിരുവെഴുത്ത് വായിക്കുന്നത്. എനിക്കറിയില്ല എന്റെ നൈബറിനോട് തമ്പുരാൻ എന്തുകൊണ്ട് അത് ചെയ്തു. അവൻ അതിനെല്ലാം ഉത്തരവുണ്ട്. ഇസ്രായേലിനോട് പറയുക, നിങ്ങൾ അങ്ങനെ നമ്പറിൽ കൂടുതലായതുകൊണ്ടല്ല. അങ്ങനെങ്കിൽ എനിക്ക് അബ്രഹാമിനെ വിളിക്കേണ്ട കാര്യമില്ല, വേറെ നല്ല ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. That when he says here is that I could have called anyone else but Abraham, but it wasn't your numbers that's the reason that I called you. ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട്, ഈ മോശയെ വിളിക്കുന്നതിന് പകരം ഫറവോനെ വിളിക്കുമായിരുന്നു, പ്രോജക്റ്റ് എന്ത് എളുപ്പമായിരുന്നു. That I often wondered, instead of calling Moses, what if God had called Pharaoh? ഈ ദാവീദിനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നതിന് പകരം ഗൊലിയാത്തിനെ അങ്ങ് വിളിച്ചാൽ പോരായിരുന്നോ? Instead of using David, what if God had used Goliath? എന്നെ സൂപ്പറായിട്ട് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യായിരുന്നു. How great of a program would it have been? ഈ ഇസ്രായേലി കർത്താവ് വന്നപ്പം ആ ജെറുസലേം ടെമ്പിളിൽ പോയി 12 പാരസീസിനെ ഡിസൈപ്പിൾ ആക്കിയാൽ പോരായിരുന്നോ? പിന്നെന്തിനാ ഗലീലയിലെ മുഖ്യന്മാരുടെ അടുത്തോടെ യേശു പോയത്? Then why did God choose the sons of Galilee and not the 12 Pharisees standing there? കാരണം എന്നാന്നറിയാമോ? ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന്. സാൽവേഷൻ ഈസ് ഫ്രം ഗോഡ്. That they would not boast
boast in themselves, but rather say salvation is from God. Gospel is also from God, salvation is also from God. The salvation is from God and the gospel is also from God. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അഹംഭാവം ഉണ്ടെങ്കിൽ തിരുവഴുത്തകത്തോട്ട് കയറിയാൽ മതി. കൃപയാൽ നമ്മളിങ്ങനെ ജീവിച്ചെന്ത് ചെയ്യുക? That we are simply living by grace alone. അങ്ങനെങ്കിൽ And if that's the case, സാൽവേഷന്റെ തിയറി എന്ന് പറഞ്ഞാൽ തന്നെ ബൈ ഫെയ്ത്ത് അലോൺ, ത്രൂ ഗ്രേസ് അലോൺ, ഇൻ ക്രൈസ്റ്റ് അലോൺ, only in the scripture alone, for the glory of God alone. That is not my subject today. എന്ന് പറഞ്ഞാൽ by faith alone, meaning by faith alone. അങ്ങനെ രക്ഷിക്കപ്പെട്ടല്ലേ? Isn't that how we were saved? Through grace alone, Through grace alone, in Christ alone, in Christ alone, only in scripture alone, only in scripture for alone, the glory of God alone. for the glory of God alone. ഇതായിരുന്നു 15th centuryയിലെ റിഫോർമേഴ്സ് അന്ന് പറഞ്ഞ 5 slogan of solace എന്ന് പറയും. This was the 15th century reformers. This was their slogan. റോമൻ കാത്തോലിസിസം പറഞ്ഞ എന്നാന്നറിയാമോ? നോ ഫെയ്ത്ത് അല്ല, വർക്ക് കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം വിശുദ്ധന്മാർ പറഞ്ഞു നോ ബൈ ഫെയ്ത്ത് അലോൺ. That when the Roman Catholics said no, it is not the case by works, the reformers said no, it is by grace. അവർ പറഞ്ഞു ഗ്രേസ് മാത്രമല്ല മെറിറ്റും ഉണ്ടെന്ന് പറഞ്ഞു. The Roman Catholic Church said no, it is by merit. ഭക്തന്മാർ പറഞ്ഞു നോ ഗ്രേസ് അലോൺ. And the men of God said no, it is by grace alone. അവർ പറഞ്ഞു ക്രൈസ്റ്റ് മാത്രമല്ല മീഡിയേറ്റ്, there are co-mediators. That they're not saying that they're Christ, but they're co-mediators. അവർ പറഞ്ഞു നോ ക്രൈസ്റ്റ് അലോൺ. That the men of God, they would say no, Christ alone. അവർ പറഞ്ഞ വാക്ക് സ്ക്രിപ്ചർ മാത്രമല്ല, we have 2000 years of oral tradition. That they say that no, not just scripture, but we have 2000 years of oral tradition. അവർ പറഞ്ഞു നോ 66 book alone. And the men of God would say no, it's the 66 books alone, 66 books. അവർ അവസാനം ഒറ്റ കാര്യം കൂടെ പറഞ്ഞു, അത് ലാറ്റിൻ ലിങ്കിനാ പറഞ്ഞ സോളി ഡിയോ ഗ്ലോറിയ, ഗ്ലോറി ടു ഗോഡ് അലോൺ. That in Latin there it says solo de gloria, glory to God alone. Amen. Amen. Back to Romans. ഞാൻ ഇന്ന് നിങ്ങളുടെ പാസ്റ്ററുമായിട്ട് സംസാരിക്കാൻ എനിക്ക് ചർച്ച് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആവേശമാവും. That whenever I speak about church history, I get very much joyful. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഞാൻ IPCയിലെ പാസ്സായതുകൊണ്ട് പറയാം, കുമ്പനാടല്ല ക്രിസ്ത്യാനിറ്റി തുടങ്ങിയത്, ജെറുസലേമിലാണ് ക്രിസ്ത്യാനിറ്റി തുടങ്ങിയത്. That's why I'm an IPC pastor and I said that Christianity did not start in Kumbanar, but it started in Jerusalem. അതെപ്പോഴും ഓർത്തോണം. That's something we need to always remember. Amen. Amen. The Pentecostals say amen. Amen. Salvation is from God. Salvation is from God. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. These are some things we need to note. അല്ല നാളെ ഉപദേശിയോട് പറയുന്നത് ആ പുള്ളി വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്ത് ചെയ്തു. Otherwise you'll say that some man came and he taught some things. പിന്നെ ദൈവത്തിന്റെ കണ്ണുകൊണ്ട് ഞാനിങ്ങനെ ഇന്ത്യയിൽ നിന്ന് വിസിറ്റിങ്ങിന് വന്ന അല്ലാത്തോട് കുഴപ്പമില്ല. And by God's grace I have not come from India on visiting here. ടിക്കറ്റ് ഉണ്ട്, ഞാൻ സിയാലിൽ നാളെ പോവുകയും ചെയ്യും. But I have a ticket, I'll go to Seattle soon. Okay, salvation is from God. Salvation is from God. അതെങ്ങനെയാ ഓർഗനൈസ് അല്ലെങ്കിൽ അതെങ്ങനെയാ അപ്ലൈ ചെയ്തേ? And how is that organized or applied? കർത്താവ് തന്നെ ട്രയൂൺ ഗോഡ് അത് പ്ലാൻ ചെയ്യുന്നു. That the triune God plans it. ഇറ്റേണിറ്റി പാസ്റ്റിൽ പ്ലാൻ ചെയ്യുന്നു. He planned it in eternity past. ട്രയൂൺ ഗോഡ് ഞാൻ എടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? Now, do you know why I keep saying triune God? ബൈബിൾ പറയുന്ന ദൈവം ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. That the Bible speaks about a God who is Father, Son and Spirit. സൃഷ്ടിയാണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും സാൽവേഷൻ ആണെങ്കിലും triune God is working together for good. That whether it be creation or history or salvation, the triune God is working together. അങ്ങനെങ്കിൽ God the Father, God the Son and God the Holy Spirit eternity pastൽ salvation plan ചെയ്യുന്നു. And if that's the case, then God the Father, God the Son, God the Spirit in eternity past planned salvation. പുത്രൻ അത് ഒബേ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. And the Son decides to obey it. അങ്ങനെ പിതാവ് സ്നേഹിച്ചവരെ പരിശുദ്ധാത്മാവ് കൺവിക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. And because he loved the Son, God uses the Holy Spirit to convict them. Salvation is the whole work of triune God. That's the salvation is the work of the triune God. അങ്ങനെങ്കിൽ salvation is from God. If that's the case, then salvation is from God. അങ്ങനെങ്കിൽ ഇത് through God ആണ്. Then it's through God. അതെങ്ങനെ അത് അപ്ലൈ ചെയ്യുന്ന ട്രിനിറ്റി ആയിട്ട്? How do we apply that? ഗോസ്പൽ കേൾക്കുന്നു, We hear the gospel, ഹോളി സ്പിരിറ്റ് കൺവിക്ട് ചെയ്യുന്നു. and the Holy Spirit is convicting us. കൺവിക്ട് ചെയ്യുന്നവനെ ഹോളി സ്പിരിറ്റ്
ഗോഡ് ദ സണ്ണിലേക്ക് അവിടുന്ന് അട്രാക്ട് ചെയ്യിക്കുന്നു. Through the conviction of the Holy Spirit, He's attracting us to the Son. അങ്ങനെ പുത്രനെ നോക്കുന്നവരിലേക്ക് ഈ ടൈമിൽ പിതാവാം ദൈവം പുത്രന്റെ ജസ്റ്റി അല്ലെങ്കിൽ റൈച്ചസ്നെസ് അവിടുന്ന് ഇമ്പ്യൂട്ട് ചെയ്യുന്നു, അവിടുന്ന് ക്രെഡിറ്റ് ചെയ്യുന്നു, അവിടുന്ന് പകർന്നു കൊടുക്കുന്നു. And those who look to the Son at this time, the righteousness of the Son is imputed, is given to them. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, In one way to say, ആഡമിക് സിൻ that the Adamic sin imputed upon all human beings. was imputed on all of mankind. ഇമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാന്ന് പറയത്തില്ലേ? That to speak about imputed means as if we're crediting. We speak about crediting. എന്നിട്ട് ഹ്യൂമൻ ബീയിങ്ങിന്റെ സിന്ന് പുത്രന്റെ മേൽ ഇമ്പ്യൂട്ട് ചെയ്തു. Meaning the sin of mankind is on the Son, has been imputed on the Son. അതാണ് റോമാലേഖനം 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത്, തന്റെ നീതിയെ പ്രദർശിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. That in Romans 3 and 4 that says the righteousness may be revealed is why He does this. എന്നാൽ ആ പുത്രനിൽ നിന്ന് മറ്റൊരു ഇമ്പ്യൂട്ടേഷൻ ഉണ്ടായി. But through the Son there's another imputation. അത് ഈ ടൈമിൽ റൈറ്റ് നൗ ഡൗൺ ഹിയർ And in this time down here right now, വിശ്വസിക്കുന്നവരിലേക്ക് പുത്രന്റെ നീതി ഇമ്പ്യൂട്ട് for ചെയ്യുന്നു. those who would believe, the righteousness of the Son is imputed to them. Salvation is through triune God. That salvation is through the triune God. അവിടെ കൊണ്ട് തീരുന്നില്ല. And it doesn't stop there. നിക്കോഡിമോസിനോടാണല്ലോ കർത്താവ് ആ സാൽവേഷൻ ബോൺ അഗെയിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്. And Jesus is speaking to Nicodemus about this salvation. What is the difference between salvation and born again? What is the difference between salvation and born again? രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ ഉള്ളിൽ നടക്കുന്നതാണ് born again. That the act of what's happening inside is being born again. ഇതൊരു പാക്കേജ് ഡീലാണ്, മനസ്സിലാവുന്നോ? That this is a package deal. അങ്ങനെയാണെങ്കിൽ നിക്കോഡിമോസിനോട് യേശു പറയുന്ന ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 8 എന്താണ് വായിക്കുന്നത്? What does John chapter 3 verse 8 say? അതാണ് സാൽവേഷന്റെ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ അൾട്ടിമേറ്റ് വേഴ്സ്. That it is the ultimate verse that says that it is God who works salvation. ജീസസ് ഒരു എക്സാമ്പിളോടെ പറയുകയാണ്. That Jesus as an example. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു. The wind blows where it wishes. എന്ന് പറഞ്ഞാൽ അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു. And the sound of it, or do you hear it? അതെവിടേക്ക് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ അറിയുന്നില്ല. That you do not know where it comes or where it goes. സാൽവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. That He's explaining salvation. What is the meaning? What is the meaning of that? സിമ്പിൾ അർത്ഥം, you have no control over it. To simply say you have no control over it. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൈ പൊക്കിയത് കൊണ്ടല്ല. We are not saved because we lifted our അതിന്റെ hands. അർത്ഥം നമ്മൾ കൈ പൊക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? Do you know why we lifted our hands? ലോക സ്ഥാപനത്തിന് മുമ്പ് That before the ട്രൈയൂൺ foundation ഗോഡ് of the world, തന്നിലേക്ക് എന്നെ ചൂസ് ചെയ്തത് കൊണ്ട്, പരിശുദ്ധാത്മാവ് തന്റെ പ്രോജക്റ്റ് നിവർത്തീകരിക്കാൻ എന്നെ കൺവിക്ട് ചെയ്ത് പുത്രനിലേക്ക് അടുപ്പിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു എന്ന് പറഞ്ഞ പോലെ I have no control over it. that because He has chosen us before the foundation of the world, because He has decided this to be the project, He has done the work. I have no control over it. നോക്കൂ, is from God. രണ്ടാമത്തേത്, First is from God, triune God is working together for salvation. and the triune God is now working together for salvation. യേശു പറഞ്ഞില്ലേ, I and my Father are one. Didn't Jesus say, I and my Father are one? അതിന്റെ ജോൺ 10 വാക്യം. He says that in John chapter അതിന്റെ 10. അർത്ഥം യേശു പറയാ, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആരും സ്നാച്ച് ഔട്ട് ചെയ്യത്തില്ല. That Jesus said that no one will snatch you from my hands. തൊട്ടോടെ വായിക്കുക, എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് ആരും നിങ്ങളെ എന്ത് ചെയ്യല. That no one will snatch you from the Father's hands. നെക്സ്റ്റ് വാക്യമാണ്, And the next word, ഞാനും പിതാവും. that I and my Father are one. അതിന്റെ അർത്ഥം, The meaning of that, we are working together for our salvation. that we are working together for your salvation. നമ്മളെ അവിടെ എത്തിക്കാനായിട്ട് triune God is working together. Salvation is from God and through God and to God. Meaning to get us to there, the triune God is working together. Salvation is from God, through God, and to God.
എനിക്ക് ഇതിന്റെ രണ്ടാം ഭാഗം ഗോഡ് സെന്റേഡ് തിയോളജി ആയതേ ഉള്ളൂ. ഗോഡ് സെന്റേഡ് ഡോക്സോളജിയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. That we started God-centered theology, we have not entered God-centered doxology. ടു ഗോഡ് എന്നതിന് മനോഹരമായിട്ട് പറഞ്ഞേക്കുന്നത് എഫീഷ്യൻസ് 1:6 ആണ്. Ephesians chapter 1 verse 6 clearly explains what this to God is. എങ്ങനെയാണെന്ന് നോക്കിയ വാക്യം, To the praise of the glory of his grace, which he freely bestowed on us in the beloved. കണ്ടോ, തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് തീരേണ്ടതിന് സാൽവേഷൻ ഈസ് ടു ഗോഡ്. To the praise of his glory of his grace, salvation is to God. ഈ ആദ്യത്തെ ഭാഗത്തിന് ഞാൻ 3 ആപ്ലിക്കേഷൻ പറയാം. Then for the first part, let me give 3 applications. ആ ആപ്ലിക്കേഷൻ ആയിരിക്കണം നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ എപ്പോഴും നയിക്കേണ്ടത്. That this application should lead our ministry and our Christian life. ഒന്നാമത്തേത്, ഞാൻ ആദ്യത്തെ ഭാഗം അല്ലേ ഇത്, റോമൻസ് 11 verse 36 ഫസ്റ്റ് ഹാഫ് ഞാൻ ഈ 3 പോയിന്റോടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. Romans chapter 11 verse 36, the first half, I'll conclude with these points. 3 ആപ്ലിക്കേഷൻ. ഓപ്പൺ യുവർ ഐസ്. 3 applications. First, open your eyes. കണ്ണു തുറന്ന് ഈ ദൈവത്തെ നോക്കണം. Open your eyes and look at this God. എന്താ നോക്കണ്ടത്? മാർവലസ് വർക്ക് ഓഫ് ഗോഡ്. What are we looking at? The marvelous work of God. ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ്, ആ സാൽവേഷൻ ഓപ്പറേറ്റ് ചെയ്ത വിധം തിരുവെഴുത്തിനകത്തൂടെ നോക്കണം. That through the word of God, see the greatness of the salvation he has done. അങ്ങനെ നോക്കി കഴിയുമ്പോൾ സെക്കൻഡ് ആപ്ലിക്കേഷൻ, ഓപ്പൺ യുവർ ഹാർട്ട്. And then after doing that, in the second application, കണ്ണു open your തുറന്ന് heart. തിരുവെഴുത്തിലൂടെ നോക്കി രണ്ടാമത് ദൈവസഭ ചെയ്യേണ്ടത്, ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് അഡോർ ദ ലോർഡ് ആൻഡ് വർഷിപ്പ് ദ ലോർഡ് ആൻഡ് പ്രൈസ് ദ ലോർഡ്. The second thing, we open our heart, we adore the Lord, we worship the Lord, and we praise the Lord. നമ്മുടെ സോള്, നമ്മുടെ ഇന്റേണൽ ബീയിങ് അവന്റെ കാൽക്കലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. That our soul and inner being must be laid at his feet. ഓപ്പൺ യുവർ ഐസ്. Open your eyes. ഓപ്പൺ യുവർ ഹാർട്ട്. Open your hearts. Third, ഓപ്പൺ യുവർ മൗത്ത്. open your mouth. എന്താ ആ മൗത്ത് തുറന്ന് നമ്മൾ ചെയ്യേണ്ടത്? What is it we do when we open our mouth? അവിടെയാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് ഇരിക്കുന്നത്. And that is where the second part is. To him be the glory forever and ever. Amen. To him be the glory forever and ever. Amen. ഇനി ഞാൻ നിങ്ങളോട് 30 മിനിറ്റ്സ് കൊണ്ട് ഞാൻ 9 മണി കഴിയാതിരിക്കാനായിട്ട് നോക്കാം. Then I'm going to try my best to not go over 30 minutes. നിങ്ങളോട് ശ്രദ്ധിച്ചങ്ങിരുന്ന് വെച്ചാൽ മാത്രം. And I need you to just carefully sit with me here. ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയും, എൻ്റെ പൊന്നു ഉപദേശി, ഞങ്ങൾക്ക് 20 മിനിറ്റ്സ് ശ്രദ്ധിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളെന്നൊക്കെ പറയും. And some people say, oh teacher, I only have 20 minutes to focus. എനിക്കത് അത്രയില്ല. എനിക്കിപ്പോൾ എൻ്റെ ആവശ്യമാണ്, ഞാൻ 10 മണിക്കൂറും പഠിക്കും. And if it's for my need, I can sit for 10 hours. 6 കഴിഞ്ഞ ഒരു 20 മിനിറ്റ്സ് പഠിച്ചിട്ടാണ് പോയത്. Those who studied RN, did you only study for 20 minutes? എൻട്രൻസിന് പോകുന്നവർ 20 മിനിറ്റ്സ് ആണ്. MCAT എക്സാമിന് പോകുന്നവർ, Or those who go to the entrance exam, you only study for 20 minutes? വാലിഡിറ്റോറിയൻസ് 20 മിനിറ്റ്സ് ആണ് പഠിക്കുന്നത്. Or is it the valedictorians that only study for 20 minutes? എവരിത്തിങ് ബേസ്ഡ് ഓൺ അവർ നീഡ്സ്. That everything is based on our needs. എനിക്ക് ഇന്ന് രാത്രി 50 പേജ് പഠിക്കണമെങ്കിൽ എനിക്ക് മറ്റസുഖമില്ല, ഞാൻ ഇരുന്ന് വായിച്ച് എഴുതി കളർ ചെയ്ത് പഠിച്ചിട്ടേ ഉറങ്ങും. That if I need to study 50 pages, if I'm not sick, I'll do whatever it takes to study it. പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ അരമണിക്കൂർ പ്രസംഗിക്കാൻ പോവാന്നാണ്. That the meaning of all this, I'm only going to preach for 30 more minutes. Praise the Lord. അവരത്തെ ജോലിയുടെ ക്ഷീണമൊക്കെ ഉണ്ട്. എനിക്കറിയാം, കർത്താവ് പറഞ്ഞില്ല, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, മലയാളികൾക്ക് മനസ്സിലാവുന്നവർ അറിയാം, ഞാൻ നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന മഹാപുരോഹിതനാണ്. That Jesus says that he is a high priest who can sympathize with us. Thank you. Praise the Lord. ഇനി നിങ്ങൾ തന്നെ നമ്മുടെ കാൽക്കുലേഷനിലേക്ക് വരാൻ പോകും. Now we're going to come to our calculations. ഈ 36ന്റെ ഫസ്റ്റ് പാർട്ട് മനസ്സിലാകാതെ, Without understanding the first half of 36, സെക്കൻഡ് പാർട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു. that you tell me, can we even apply the second half? വായിച്ചു നോക്കിയോ, വേദോസം നോക്കിയോ. Look at your scriptures. ഇത്രയും പേരിനകത്തിരിപ്പില്ല, എല്ലാവരും ചിന്തിച്ചു നോക്കിയോ. That this many people are here, you look and see. സാൽവേഷൻ അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാണെന്ന് മനസ്സിലാകാത്ത ഒരാൾക്ക് ടു ഹിം ബി ദ ഗ്ലോറി ഫോർ എവർ ആമേൻ എന്ന് പറയാനായിട്ട് തോന്നുകയല്ലെന്നർത്ഥം. Without understanding that salvation is from him and through him and to him, we cannot think to say to him be the glory forever. എന്നാൽ ഇത് മനസ്സിലായ ഒരുവൻ കണ്ണു തുറന്നാൽ, Yet if one who ഇത് understands മനസ്സിലായ opens his eyes, ഒരുത്തന്റെ ഹൃദയം if തുറന്നാൽ, he opens his heart, ഇത് മനസ്സിലാകുന്ന ഒരുത്തന്റെ വാ തുറന്നാൽ, ടു ഹിം ബി ദ ഗ്ലോറി forever and ever. then his Amen. mouth will open and say to him be the glory forever and ever. Amen.
ഇതിനകത്ത് ഈ സാൽവേഷനകത്തോ മറ്റെന്തെങ്കിലും കാര്യത്തിനകത്ത് എൻ്റെ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ടു ഹിം ബി ദ ഗ്ലോറി ഫോർ എവർ, അവൻ എന്നേക്കും മഹത്വം കൊടുക്കുകയല്ല, ഹാഫ് ഗ്ലോറി നമുക്ക് അവിടുന്ന് വലിച്ചെടുക്കാം. That if we were to say that we play a part in salvation, then half glory only goes to him, the rest is to me. അതാ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ സാൽവേഷൻ ഇസ് wholly from the work of God. That is why I said salvation is only from the work of God. Sanctification only by God's grace. Sanctification is only by the grace of നമുക്ക് God. വേണ്ട എല്ലാ മീൻസും അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അനുസരിക്കുന്നത്. That because God provides the means that we need, we obey. ഗ്ലോറിഫിക്കേഷനും അങ്ങനെ തന്നെയാണ്. ഇതിനെപ്പറ്റി പീറ്റർ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എങ്ങനെയാണെന്ന് അറിയാം നമ്മുടെ രക്ഷയെപ്പറ്റി. That you know how Peter explains our salvation. ഒരു എഫീഷ്യൻസി പോൾ പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. That in Ephesians Paul says we are saved by grace. പീറ്റർ ഇതിനെപ്പറ്റി നമ്മുടെ സാന്റിഫിക്കേഷനെ പറ്റി പറയുന്നത് നാം നിൽക്കുന്ന ദൈവകൃപ എന്നാണ് വായിക്കുന്നത്. That Peter says that we are standing in the grace of ആ God. പീറ്റർ നമ്മുടെ ഗ്ലോറിഫിക്കേഷനെ പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? You know how Peter speaks about the glory. വരുവാനുള്ള ദൈവകൃപ വായിക്കുന്നുണ്ടോ? That the grace of God too comes. അങ്ങനെയെങ്കിൽ സാൽവേഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം ഗ്രേസ് ആൻഡ് എൻഡിങ് ടു ഗ്രേസ്. Meaning salvation starts from grace and will end in grace. From grace through grace and to grace. From grace through grace and to grace. To him be the glory forever. Amen. To him be the glory forever. Amen. Okay, second part. God-centered doxology. The second part, God-centered doxology. Meaning സകല മഹത്വവും ദൈവത്തിന് കൊടുക്കണം. Meaning to him be the glory forever. ഈ ആദ്യത്തെ പാർട്ടിന്റെ റൈറ്റ് റെസ്പോൺസ് ആണ് സെക്കൻഡ് പാർട്ട്. That the second part is a right response to the first part. ഈ ആദ്യത്തെ പാർട്ടിന്റെ ബേസിസിൽ മാത്രമേ സെക്കൻഡ് പാർട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് Not പറ്റുള്ളൂ. only on the basis of the first part can we apply the second part. ആദ്യത്തെ പാർട്ട് മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടിലെ മഹത്വം ദൈവം സ്വീകരിക്കത്തില്ല. That if we do not apply, if we do not know the first part, God will not receive the second അത് part. കേവലം നോളജ് മാത്രമല്ല, അപ്ലൈയിങ് ദാറ്റ് നോളജ് ഇൻ അവർ പേഴ്സണൽ ലൈഫ്. That is why knowledge is not enough, but to apply the knowledge in our personal life. നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ട് ചിന്തിക്കാം. Then let's look at the second part. ഒന്ന് വായിക്കുമോ? അവന് എന്നേക്കും, To അവന് him. എന്നേക്കും മഹത്വം. To ആമേൻ. him be the glory forever. Amen. ഞാൻ ആ വാക്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ 5 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ. That to explain this question, this statement, I'll ask 5 questions. Who, What, what, why, why, when, how. how. ഈ 5 ചോദ്യത്തിന് നിങ്ങൾ ആൻസർ കണ്ടെത്തിയാൽ ആ സെക്കൻഡ് പാർട്ടിന്റെ എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ട്. That if you find the answer to these 5 questions, the explanation for the second part. Who, what, why, when, how. Who, what, why, when, and how. Question number 1. The first question. Who is to be glorified? Who is to be glorified? ആ കോണ്ടക്സ്റ്റിലേക്ക് നോക്കിയേ. Look at the context. അവന് എന്നേക്കും മഹത്വം. To him be the glory forever. ഇവിടെ വാസ്തവത്തിൽ ഞാൻ മുമ്പ് ഒരു ലാറ്റിൻ വേർഡ് പറഞ്ഞില്ല, സോളി ഡിയോ ഗ്ലോറിയ എന്നാണ് അതിന് ഭക്തൻ അല്ലെങ്കിൽ 15, 14, 13 ഒക്കെ നൂറ്റാണ്ടിലെ ആളുകൾ ആ വാക്യങ്ങൾക്ക് പറഞ്ഞ വാക്കാണ് സോളി ഡിയോ ഗ്ലോറിയ. That in the 15th, 16th, 17th century churches, they would use the Latin phrase sola de gloria. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് അന്നത്തെ എലീറ്റ് ക്ലാസിൻ്റെ ലാംഗ്വേജ് ആയിരുന്നില്ല, അത് സാധാരണക്കാരുടെ ലാംഗ്വേജ് ആയിരുന്നു. എന്നാൽ എലീറ്റ് ക്ലാസിൻ്റെ ലാംഗ്വേജ് ലാറ്റിൻ ആയിരുന്നു. അതുകൊണ്ട് അവർ അന്ന് പറഞ്ഞ വാക്കാണ്, ഗ്രീക്കും ലാറ്റിനും ഹീബ്രു ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞാണ് സോളി ഡിയോ ഗ്ലോറിയ. That in that time the elite would speak in Latin, and the phrase that they would use is sola de gloria. Who is to be glorified? Who is to be glorified? നമ്മുടെ രക്ഷയിൽ, ഈ സൃഷ്ടിയിൽ, നമുക്കുള്ള പ്രോവിഡൻസിൽ, ഈ ഹിസ്റ്ററിയിൽ ഹൂ ഈസ് ടു ബി ഗ്ലോറിഫൈഡ്? ഒറ്റ ഉത്തരം, ട്രയൂൺ ഗോഡ് ഈസ് ടു ബി ഗ്ലോറിഫൈഡ്. That in our salvation, in creation, in history, and in providence, who is it to be glorified? It is him to be glorified. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ പോളിന്റെ എഴുത്തുകൾക്ക് ആവർത്തിക്കുന്നത് പുത്രനിലൂടെ God the Father glorify ചെയ്യണം. That in other writings we see through the Son, God is glorified. ഇതേ കാര്യം ഈ വാക്യത്തിന്റെ ഒരു പ്രോട്ടോടൈപ്പാണ് റോമൻ 16 അവസാന അധ്യായം അവസാന വാക്യം 25 and 26 ഈ വാക്യത്തിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 26, 27 ആണ് ഇംഗ്ലീഷ്, മലയാളം 25, മലയാളത്തിൽ 26 ഇങ്ങനെ വായിക്കുന്നത്: ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. That the explanation is in verse 27, to the only wise God through Jesus Christ
be the glory forever. Amen. അങ്ങനെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവായി ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി So സ്പിരിറ്റ്. the answer to the first question is God the Father, God the Son, and God the Spirit. ട്രിനിറ്റി എന്ന ആ ഡോക്ട്രിൻ നമുക്ക് അത്രയും വശമല്ലെന്ന് എനിക്കറിയാം. That I know we're not well versed in the doctrine of the Trinity. അത് ലോകത്തിലാർക്കും വശമല്ല. കാര്യം ദൈവത്തെ പറ്റി നമ്മൾ എത്ര പഠിച്ചാലും ഇത്രയ്ക്കല്ലേ മനസ്സിലാകും. നമ്മളെങ്ങനെ അവസാനം പറയും, ഹോ ദൈവത്തിന്റെ ധനം ഞാൻ അറിവെന്ന് വിടയാഴവേ. That when we study the Trinity, we may not understand all of it. At the end, we would say, oh, the depth of the riches, both of the wisdom and knowledge of എങ്കിലും God. ഞാൻ ഒരു ഡെഫിനിഷൻ പെട്ടെന്ന് പറഞ്ഞു. Yet let me say one definition. One God One God exists in three persons, existing in three persons, co-equal, co-equal, co-eternal, co-eternal, co-inherent. co-inherent. This is the God of Christianity. This is the God of Christianity. ട്രിനിറ്റി പറയാൻ പോയാൽ ഇന്ന് രാത്രി നടക്കുകയില്ല, നിങ്ങൾക്കറിയാമല്ലോ. That if I try to speak of the Trinity tonight, it will not end tonight. അതായത് one God, one in essence, Meaning he is a one God, one in essence. three in persons. He is three in persons. They are co-equal. They are co-equal. Co-equal എന്ന് പറഞ്ഞാൽ God the Father, God the Son, God the Holy Spirit, they are co-equal in power, co-equal in knowledge, co-equal in wisdom, immutability എന്ന അർത്ഥത്തിലാണ് co-equal. Second, co-eternal. പിതാവിനെ പറ്റി നിത്യനായ പിതാവ് എന്ന് വായിക്കുന്നില്ലേ? പുത്രനെ പറ്റി അങ്ങനെ പുത്രൻ പറഞ്ഞ ബിഫോർ എബ്രഹാം ഐ വാസ്. ഹോളി സ്പിരിറ്റിനെ പറ്റി ഹീബ്രൂസിൽ എന്താ വായിക്കുന്നത്? നിത്യാത്മാവ്, co-eternal. That to speak of the Trinity was to say that they're co-equal, meaning the incommunicable things of God, the nature of God, they're equal in those things. That is why he says that before Abraham was, I am. That is co-equal. Second is co-eternal. Co-equal and co-eternal. Co-eternal എന്ന് പറഞ്ഞാല് To say that they're co-eternal, God the Father, God the Son, God the Holy Spirit, God the Father, God the Son, and God the Holy Spirit, before time മുതൽ നമുക്ക് കാണാം. that before time we see them exist. മൂന്നാമത്തെ പദമാണ് co-inherent. That the third saying, they are co-inherent. അത് ഡാളസിലെ ദൈവമക്കളൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. That it may be good for the people of God in Dallas to understand. co-inherent എന്ന വാക്ക് നമ്മൾ അധികം ഉപയോഗിക്കുന്ന ഒരു പദമല്ല. That it's not a word we use often, co-inherent. അതിന്റെ മലയാള പദം അന്യോന്യം വ്യാപരിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ they are staying together. That they're to say that they're staying together. അന്യോന്യം വ്യാപരിച്ചിരിക്കുക. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. യേശു പറഞ്ഞില്ലേ എൻ്റെ ആത്മാവിനെ എന്ന് വായിക്കുന്നില്ലേ? God the Father പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. That Jesus says about my spirit and God the Father says about my spirit. അതേ കർത്താവ് പറഞ്ഞില്ലേ ഞാൻ പിതാവിലും പിതാവ് എന്നിലും പരിശുദ്ധാത്മാവ് ഞങ്ങളിലും വായിക്കുന്നില്ലേ? That we read about the Father in me and I am the Father and the Holy Spirit in me. അതിന്റെ പേരാണ് co-inherent. That we can say about that they are co-inherent. അന്നെങ്കിൽ താങ്ക് യു ട്രയൂൺ ഗോഡ് എന്ന് പറഞ്ഞാൽ മാസീവ് തിയോളജിയാണ്. That to say thank you God is a massive theology. Uniqueness of our faith. That is the uniqueness of our faith. To him be the glory. ആരാണ്? ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടിയോ? The answer to the first question, Who is to be glorified? who is to be glorified? നമ്മുടെ രക്ഷയെ ഓർക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് That when we remember our salvation, we should say, താങ്ക് യു ട്രയൂൺ ഗോഡ്. thank you, triune God. ഞാൻ എൻ്റെ ചർച്ചിലെ കുഞ്ഞുങ്ങളെ ട്രിനിറ്റി നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. That I've taught my children in my church very well about the Trinity. അവർ പ്രാർത്ഥിക്കാൻ നേരത്ത്, ഞങ്ങളുടെ ചർച്ചിലെ മറ്റ് ശുശ്രൂഷകന്മാർ പ്രാർത്ഥിക്കാൻ നേരത്ത് അവർ റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു വാദമുണ്ട്, താങ്ക് യു ട്രയൂൺ ഗോഡ്. That when people at my church pray and my children pray, they say together, thank you, triune ആ God. ദൈവത്തിന്റെ ആഴം, ആ co-equal, co-eternal, co-inherent ഒക്കെ മനസ്സിലാക്കിയാലുണ്ടല്ലോ ആ ദൈവത്തെ നമ്മൾ അങ്ങനെ തന്നെ That if വിളിക്കും. we understand the depths of co-equal, co-eternal, co-inherent things of God, then we will say like that as well. Praise the Lord. Who is to be glorified? So who is to be glorified? God the Father, God the Son, God the Holy Spirit. God the Father, God the Son, and God the Spirit. Second question. Second question. First question നിങ്ങൾ who, second what? First is who, second what? What is the glory to God? What is the glory to God? അവിടെ ഒരു 5 മിനിറ്റ് എക്സ്പ്ലനേഷൻ വേണം. That needs a 5-minute explanation. അവിടെ നമ്മളൊരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ നടത്തണം.
That there needs to be a clear distinction. ബൈബിളിനകത്ത് 2 തരം ഗ്ലോറിയെ പറ്റി വായിക്കുന്നുണ്ട്. Bible speaks about 2 types of glory. നമ്മൾ ചിലപ്പോഴൊക്കെ എന്താ പറയാ തന്നെ കർത്താവിന് സ്തോത്രം പറയാറുണ്ട്. That we see in the Bible that God glorifying himself. നമ്മളൊരു നല്ല പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രൈസ് ദി ലോർഡ് പറയാറുണ്ട്. That when we hear a good message we would say praise the Lord. കർത്താവിന്റെ അത്ഭുതങ്ങൾ കാണുമ്പോൾ താങ്ക് യു ലോർഡ് നമ്മൾ പറയാറുണ്ട്. When we see the miracles of God we say thank you Lord. ആ ഗ്ലോറിയെ നമ്മൾ വിളിക്കുന്ന പേര് അസ്ക്രൈബിംഗ് ഗ്ലോറി എന്നാണ്. And that kind of glory we call that ascribing glory. അസ്ക്രൈബിംഗ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ To say ascribing glory. പല വാക്യങ്ങൾക്കകത്ത് അങ്ങനെ തന്നെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അസ്ക്രൈബ് ഗ്ലോറി ടു ഗോഡ്, അസ്ക്രൈബ് ഗ്ലോറി ടു ഗോഡ് എന്ന് സങ്കീർത്തനത്തിനകത്ത് വായിക്കുന്നില്ലേ? നിനക്ക് ബഹുത്വം, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം എന്നൊക്കെ വായിക്കുന്നില്ലേ? അതിന്റെ പേരാണ് അസ്ക്രൈബിംഗ് ഗ്ലോറി. That when you read in the Psalms you see ascribe unto him, ascribing, that is ascribing glory. അത് ഞാൻ എന്നാന്ന് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം. But I'll explain what that is. എന്നാൽ മറ്റൊരു ഗ്ലോറിയെ പറ്റി തിരുവെടുത്ത് പറയുന്നു. And the scriptures speak about another glory. അതിന്റെ പേരാണ് ഇൻട്രിൻസിക് ഗ്ലോറി. And that kind of glory is called intrinsic glory. Do I need to explain that or are you tired? നിങ്ങൾക്ക് ഒരു ജോലിയില്ല, എന്നെ ഇങ്ങനെ നോക്കി ഇരിക്കുന്നല്ലേ ഉള്ളൂ. That are you not having to do anything, just staring at me? ഇതൊക്കെ പറയാൻ പഠിച്ച എന്ത് ബുദ്ധിമുട്ടാന്ന് എനിക്കെല്ലാം അറിയത്തുള്ളൂ. That only I know how hard it is to study these things. ഇൻട്രിൻസിക് ഗ്ലോറി എന്ന് പറഞ്ഞാൽ To speak about intrinsic glory, who God is. it is who God is. ആ ദൈവം ആരാണോ? That who is this God? നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. നമ്മൾ പ്രൈസിലോട് പറഞ്ഞില്ല ചിലപ്പോൾ കർത്താവിന്റെ ചെയർ താഴോട്ട് പോരുന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. നോ 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 നോ. That if we may think that if we don't give God praise, his chair may come down. നമ്മൾ എല്ലാവരുടെ സ്ട്രൈക്ക് ചെയ്താലും കർത്താവിനൊന്നും എന്ത് ചെയ്യല. അതിന്റെ പേരാണ് ഇൻട്രിൻസിക് ഗ്ലോറി. അവിടുന്ന് ആ മഹത്വത്തിൽ സമ്പന്നനാണ്. That in the glory of God, he is sufficient. That is this intrinsic glory. ഇമ്മ്യൂട്ടബിൾ ആണ്, ഒരു മാറ്റവും ഇല്ല. That is immutable. It is no changing. അവനാണ് നമ്മൾ പ്രൈസിലോട് പറഞ്ഞാലും ഇല്ലേലും എല്ലാത്തിനും Whether we say praise the Lord or not, it ആ is there. കർത്താവ് പറഞ്ഞു എന്റെ ഗ്ലോറി ഞാൻ ആർക്കും കൊടുക്കുകയില്ല. And God is saying that glory I will not give anyone. ദൈവത്തിന്റെ ടോട്ടൽ എസൻസിനെ ചേർത്ത് പറയുന്ന പേരാണ് ഇൻട്രിൻസിക് ഗ്ലോറി. That total essence of God, we call that intrinsic glory. എന്നാൽ രണ്ടാമത്തേതാണ് അസ്ക്രൈബിംഗ് ഗ്ലോറി. And yet the second one is ascribing glory. ബിലീവേഴ്സ് ഇതിനെ രണ്ടിനെ ഡിസ്റ്റിങ്യൂഷ് ചെയ്ത് പഠിക്കണം. That the believers should distinguish these things and know. ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ അറിയാമോ? That you know how we connect it. തിരുവെഴുത്ത് കേൾക്കുമ്പോൾ That when we hear the scriptures, നമ്മൾ ബൈബിളിനകത്തൂടെ വായിക്കുന്നത് മുഴുവൻ അവന്റെ ഇൻട്രിൻസിക് ഗ്ലോറിയാണ്. that when we read in the Bible about God, it is his intrinsic ആ glory. ഇൻട്രിൻസിക് ഗ്ലോറി മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ എന്ന് പറയലേ, അതിന്റെ പേരാണ് അസ്ക്രൈബിംഗ് ഗ്ലോറി. That seeing this intrinsic glory, we respond by saying hallelujah. That is ascribing glory. നമുക്ക് ദൈവത്തിന് ഇൻട്രിൻസിക് ഗ്ലോറി കൊടുക്കാൻ പറ്റത്തില്ല. We cannot give ആ God intrinsic glory. ദൈവത്തിന്റെ ഇൻട്രിൻസിക് ഗ്ലോറി ഒരുവന് ഗ്രഹിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ചെയ്യുകയാണ് we are ascribing glory to you That Lord. when one understands the intrinsic glory, in response we ascribe unto him glory. The more we see the intrinsic glory of the Lord in the scripture, the more we will ascribe glory to God alone. The more we see the intrinsic glory of the Lord, the more we will ascribe glory unto the Lord. അതാ ഞാൻ പറഞ്ഞ തിരുവെഴുത്ത് വായിക്കാത്തവൻ ഹല്ലേലൂയ പറഞ്ഞാൽ എങ്ങും ചെല്ലുകയെന്ന് പറഞ്ഞ മനസ്സിലായോ? That's why I said if you're not reading the word of God, your hallelujah will not go anywhere. ഇൻട്രിൻസിക് ഗ്ലോറി മനസ്സിലാക്കാത്ത ഒരുത്തന് ദൈവം ആരാണ്, സാൽവേഷൻ എന്താണ്, ദൈവത്തിന്റെ പ്ലാനും പ്രോജക്റ്റും കൗൺസിലും വില്ലും എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരുവൻ എങ്ങനെ ദൈവത്തിന് ഗ്ലോറി അസ്ക്രൈബ് ചെയ്യാനായിട്ട് Now, കഴിയും? one who does not read the Bible, who does not understand salvation or his plan and project, how can we ascribe glory? ഈ ഇൻട്രിൻസിക് ഗ്ലോറി അസ്ക്രൈബ് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ 3-4 വാക്യം പെട്ടെന്ന് പറയാൻ നോട്ട് ചെയ്തു. അസ്ക്രൈബിംഗ് ഗ്ലോറി എഫീഷ്യൻസ് 2:21, ഫസ്റ്റ് തിമോത്തി 1:17. ഈ ഫസ്റ്റ് തിമോത്തി 1:17 വായിച്ചു നോക്കിയാൽ പോൾ തൻ്റെ രക്ഷയെപ്പറ്റി ഓർത്ത് കഴിഞ്ഞപ്പം പറയുന്നൊരു വാക്യമാണ്. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 1:17. 1 Timothy chapter 1:17, he remembers his salvation. Paul says, now to the King eternal, immortal, invisible, the only God. ഞാൻ പറഞ്ഞല്ലോ സാൽവേഷനെ പറ്റി പോൾ പറയുന്നതാണെന്ന് പറഞ്ഞല്ലോ. I said this is Paul speaking about his salvation. 1:13 എങ്ങനെ വായിക്കുന്നേ? 1:13, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും even though I was formerly a blasphemer and prosecutor and a violent aggressor. പോളിന്റെ ടെസ്റ്റിമണി 3 വേർഡായിരുന്നു. Paul's testimony was in 3 words.
3 words. ഈ സ്റ്റേജിലൊക്കെ കയറിയേ That when you come on the stage, പിശാചിന് വേണ്ടി ചെയ്ത കളർഫുൾ ടെസ്റ്റിമണി ഒന്നും ദയവായിട്ട് പറയരുത്. for the glory of Satan, do not give a colorful testimony. ഞാൻ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ വല്ല കർട്ടന്റെ പുറയിൽ നിന്ന് വേണം പറയാൻ. ഇതൊന്നും പബ്ലിക്കിൽ പറയാൻ കൊള്ളുന്ന കാര്യമല്ല. Those are not things that should be said publicly, but should be said behind a curtain. നമ്മളൊരു റോങ് ഹീറോയിസ് അവനങ്ങ് വലിയ പുള്ളിയായിരുന്നു. ഈ നാണക്കേടല്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ടാ വന്നെന്ന് പറയാൻ. That's considered a wrong heroism. നമ്മൾ അങ്ങനെയുള്ളവരൊന്നും പ്രൊമോട്ട് ചെയ്യരുത്. That we should not promote people like that. വേണ്ടേ, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആവുന്നു. That before I was a blasphemer, prosecutor, and violent aggressor. എന്നിട്ട് പറയാം ഇതൊക്കെ എൻ്റെ അറിവില്ലായ്മ. ഇത് ഇന്ന് പറയുന്ന പാർട്ടികൾ എന്തോ ഹീറോയിസം ചെയ്ത പോലെ അല്ലേ. And today when people say it's out of the heroism, അത് കേട്ടോണ്ട് ചിരിക്കാൻ നമ്മുടെ കുറച്ച് ആൾക്കാർ. and there's some people that is there to smile and laugh at them. അകത്ത് ഹോളി സ്പിരിറ്റ് ഉള്ളവൻ ഇത് കേൾക്കുമ്പോൾ ഞരങ്ങാണ് ചെയ്യുന്നത്. And the one who has the Holy Spirit is squirming on the inside. അറിയാതെ ചെയ്തുകൊണ്ട് അവൻ എന്നോട് ക്ഷമിച്ചെന്നാ പോള് That he പറഞ്ഞു. says, because I did this unknowingly, God has forgiven me. 16 വാക്യം എത്ര മാർവലസ് സംഭവിക്കും. Verse 16, how marvelous is എന്നിട്ട് that? യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. Yet for this reason I found mercy, so that in me, as the firstmost, Jesus Christ might demonstrate his perfect patience as an example for those who believe in him for eternal ആ life. വാക്യങ്ങളിൽ ദൈവത്തിന്റെ ഇൻട്രൻസി ഗ്ലോറി പറഞ്ഞു വരിക. ആ ദൈവത്തിന്റെ കരുണ, ദയ. That he is speaking about the grace of God, the mercy of God here. 17 വാക്യം ഇത്രയും മനസ്സിലാക്കിയപ്പോൾ ഹീസ് അസ്ക്രൈബിംഗ് ഗ്ലോറി ടു And now after understanding all these things in verse 17, he ascribes 17 വാക്യം നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. now to the King, eternal, immortal, invisible, the only God, be honor and glory forever and ever. Amen. What is the glory of God? What is the glory of God? Understand intrinsic glory of God To first understand the intrinsic glory of God, and ascribe glory to God. and now to ascribe glory to God. രണ്ട് ചോദ്യം ആൻസർ ചെയ്തോ. Did we answer 2 questions? Third question. When should we give glory to God? When should we give glory to God? ആ വാക്യത്തിന് ആൻസർ കണ്ടുപിടിച്ചേ. Then find the answer in that verse. Romans 11:36 second part. When should we give glory to God? Forever. കണ്ടോ വാക്യം? Forever. Oh, praise the Lord. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? Do you know what the meaning to that is? അതിന്റെ ആ ഒറിജിനൽ ലിറ്ററൽ വേർഡിന്റെ അർത്ഥം എന്നുള്ളത് into the ages. That the original word means to into the ages. Into all the ages to come. Into all the ages to come. Eternity will not be long enough for us to give glory to our God. Meaning eternity would not be long enough to give glory to എന്ന് our പറഞ്ഞാൽ God. നമ്മുടെ രക്ഷയോർത്താൽ നമ്മുടെ നിത്യതയിലും മഹത്വം പറഞ്ഞു തീർക്കാൻ പറ്റുകയില്ല എന്നർത്ഥം. Meaning when I remember my salvation, even eternity would be not enough to give Forever. forever. ജോൺ ന്യൂട്ടന്റെ അമേസിംഗ് ഗ്രേസ് എന്ന പാട്ട് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? Everyone knows John Newton's Amazing Grace. എന്റെ ലാസ്റ്റ് സ്റ്റാൻസ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. And I can read the last stanza. കുഞ്ഞുങ്ങളൊന്ന് നോക്കി എന്നെ. Young people, would you look at me? എങ്ങനെ ആ പാട്ട് നിങ്ങൾ പാടുന്നേ? How do you sing Amazing Grace? When we have been there 10,000 years, bright shining as the sun, we have no less days to sing God's praise than when we first began. Forever and ever and ever we will give praise to our God. Oh, എന്തൊരു പാട്ടാണല്ലേ. How beautiful of a song that is. എപ്പോഴാ കർത്താവിനെ സ്തുതിക്കണ്ടേ? When is it that we praise God? Into the ages. Into the ages. ക്രോസ് റെഫറൻസ് വേണോ? Do you need a cross reference? Romans 16:26-27, Galatians 1:3 and 5, Ephesians 3:21, Philippians 4:20, 2 Timothy 4:18, Hebrews 30:21, 1 Peter 5:11, 2 Peter 3:18, Jude 25. Jude 25 മാത്രം ഞാൻ വായിച്ചു. And I'm going to read Jude 25, just that one. ഞാൻ എൻ്റെ ചർച്ചിലെ ഒരു ബൈബിൾ സ്റ്റഡി എടുത്തത് ജൂഡിൻ്റെ എപ്പിസോഡിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് കേട്ട് പഠിക്കാം. പാസ്വേഡ് ചോദിച്ചാൽ ലിങ്ക് പറഞ്ഞു തരും. അവസാന വാക്യം Jude 25, chapter 1 verse 25. നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മുഖാന്തരം
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സകലകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. To the only God, our Savior, through Jesus Christ, our Lord, be glory, majesty, dominion, authority before all time and now and forever. Amen. രക്ഷയോർത്ത് എപ്പോഴെല്ലാം സ്തോത്രം ചെയ്യേണ്ട. So when do we praise God for our salvation? Who, what, when. Who, what, and when. Third, why. Why? അതാണ് ഞാൻ ഇന്നലെ ഇന്നും പ്രസംഗിച്ചത്. And that is what I've been preaching of yesterday and today. കഴിഞ്ഞകാല നിത്യത മുതൽ That from eternity past, വരാൻ പോകുന്ന നിത്യത വരെ റോമൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന് ഗ്ലോറി അസ്ക്രൈബ് ചെയ്യേണ്ടത്? എൻ്റെ പാസ്റ്റും എൻ്റെ പ്രസന്റും എൻ്റെ ഫ്യൂച്ചർ. that in Romans he has explained my past, my present, and my future, why I give him glory. Final. How should we give glory? And finally, how should we give glory? എങ്ങനെ നമ്മൾ അതിന്റെ അവസാന വാക്യം വായിക്കുന്നത്? What is the final word in that? ആമേൻ. Amen. എന്താ അതിന്റെ അർത്ഥം അറിയാമോ? Do you know what the meaning of that is? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എഴുതി നിർത്തുകയാണ് റോമാലേഖനത്തിന്റെ ആദ്യത്തെ പാർട്ട്. That he is finishing, concluding the final part, first part of Romans. ഇന്നലെ പറഞ്ഞ വാക്ക് ഓർക്കുന്നോ? ഇത് ഏർലി ചർച്ച് പാടിയ സോങ് ആണെന്നാ ഞാൻ പറഞ്ഞത്. That we said that these verses were the song of the early church. അവര് സഭായോഗത്തിന് വന്നിട്ട് പാടും ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ്. അതിന്റെ ഡോക്സോളജി പറഞ്ഞ് അവരെങ്ങനെയാ നിർത്തുന്നതെന്ന് അറിയാമോ? അവൻ എന്നേക്കും മഹത്വം. That they would come together and gather and they would sing about the riches and the wisdom and knowledge of God, and they would conclude to say to him be glory forever. Amen. 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 That amen. Amen എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? Do you know what the meaning of the amen is? Truly, this is absolutely true. Truly, this is absolutely true. Yes, this is so. Yes, this is. Surely this is true. Surely this is true. ആമേൻ. എപ്പോഴാ നമ്മളും പോളിനോട് ചേർന്ന് പറയേണ്ടതെന്ന് അറിയാമോ? You know when we say amen with Paul? From condemnation to justification, from justification to sanctification, from sanctification to glorification. നമ്മളും കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയണം ആമേൻ. From condemnation to justification, from justification to sanctification, from sanctification to glorification, we need to get off the cable car with Paul and say amen. Can you say amen with Paul? Amen. Praise the Lord. If we sing a song, we'll go past 9 o'clock. ഏകദേശം ഒന്ന് മനസ്സിലായോ? Have you understood to an extent? നാളെ രാവിലെ വരാമെങ്കിൽ റോമൻസ് 12:1 പറഞ്ഞുതരാം. That if you come tomorrow morning, I'll share Romans 12:1. പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്തകത്ത് കയറിയാലുണ്ടല്ലോ, Beloved, if the word of God enters in, ഇത്ര ആനന്ദമുള്ള ലോകത്തിൽ ഒരു കാര്യമില്ല. there's nothing else worth of song in the world. അതിനെ ഒന്ന് അനുഭവിക്കണം. And we need to experience that. അവൻ എന്നേക്കും മഹത്വം. Forever. അതിനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വാക്കുകൾ നിർത്തും. That to him be glory forever. Let me say one more thing. അവൻ എന്നേക്കും മഹത്വം forever എന്ന് പറയാൻ കാരണം, The reason to say to him be glory forever, ലോകത്തിൽ ഒത്തിരി എംപയേഴ്സ് ആൻഡ് എംപറർ ഒക്കെ വന്നിട്ട് അതില്ലാതായി തീർന്നിട്ടുണ്ട്. that many emperors have come and that glory has been gone. ബാബിലോൺ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അല്ലേ? Babylon was once strong. അവരുടെ ഗ്ലോറി forever ആയിരുന്നോ? And was their glory forever? ഇല്ല. No. ബൈസന്റൈൻ എംപയർ, The Byzantine Empire, റോമൻ എംപയർ, Roman Empire, മേദ്യ പേർഷ്യ, the Media Persia, ഒട്ടോമൻ എംപയേഴ്സ്, the Ottoman Empire. where are they? Where are they? ആ സാഹചര്യത്തിലാണ് നമ്മൾ പറയേണ്ടത്, In that situation, ഞങ്ങളുടെ we say, ദൈവത്തിന് മഹത്വം എന്നും എന്നേക്കും, അവന്റെ രാജ്യം എന്നും എന്നേക്കും. അതാണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ. സാൽവേഷൻ ഈസ് ഫ്രം ഗോഡ് ആൻഡ് ത്രൂ ഗോഡ് വി ആർ ഗോയിങ് ടു മീറ്റ് ഗോഡ്. Amen. You rise to your feet. ഈ വായിച്ച വാക്യങ്ങളെ നിങ്ങളുടെ സോളിൽ, നിങ്ങളുടെ ആത്മാവിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കി. That could you meditate on these verses in your soul? ഇനി എനിക്കും ഇതേ പറയാൻ പറ്റുള്ളൂ. ഓ ദൈവത്തിന്റെ ധനം.
that only all I have to say is, oh, the riches of God. ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾക്കും അതേ പറയാൻ പറ്റത്തുള്ളൂ. And I may think that you can only say that as well. ആ കാൽവരി ഒന്ന് ധ്യാനിച്ചിട്ട് പറഞ്ഞു, ഓ ദൈവത്തിന്റെ ധനം. Could we look at the Calvary and say, oh, the riches of God? അവിടുത്തെ ജ്ഞാനം, അറിവ്, That the wisdom and knowledge of അവിടുത്തെ God. വെർഡിക്റ്റ്, അത് നടപ്പിലാക്കിയ വഴികൾ. And his judgment, his verdict in ways that have happened. അവന് മന്ത്രിയായിട്ട് ആരിയ്ക്കാനാണ്? That who is there to be his അവൻ counselor? ആരാലോചന പറഞ്ഞു Who is it കൊടുക്കാനാണ്? that gives advice? അവൻ എന്തെങ്കിലും മുന്നേ കൊടുക്കാനായിട്ട് പറ്റുമോ? Who is it that can give ഓ before? അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും എല്ലാം. For from him and through him and to him are all things. അവൻ എന്നേക്കും മഹത്വം. To him be glory. നമുക്ക് ആ ദൈവത്തിന് അസ്ക്രൈബിംഗ് ഗ്ലോറി ഇന്ന് രാത്രി കൊടുക്കണം. Tonight we need to give him എന്നിട്ട് ascribe നമ്മൾ glory. അവസാനം പറയണം ആമേൻ ആമേൻ And finally we need to say ആമേൻ. amen, amen and amen. Thank you Father, thank you Jesus, thank you Holy Spirit. കർത്താവേ, ഈ തിരുവെഴുത്ത് ഞങ്ങളുടെ അകത്ത് കത്തിക്കൊണ്ടിരിക്കണമേ. God, with this word light in our hearts. This is the plan, this is Master's plan for his church. This is the master's plan for his church. നമ്മൾ ആരും കർത്താവിനെ ലോഡ് ആക്കണ്ട. He is Lord always. That we don't need to make him Lord, he is Lord നമ്മൾ always. ചെയ്യേണ്ടത് just yield to him. We just need to yield to him. കർത്താവിന്റെ പരിശുദ്ധ നാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. May the name of God be glorified forever and ever. Amen. 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 Amen.